ഓക്കെ, ക്ലാസ് ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എജുവൈസിന്റെ ലോജിക്കൽ റീസണിങ്ങില് ഈ ഒരു നെറ്റ് PYQs ഡിസ്കസ് ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഒരു ക്ലാസ്സിലായിട്ട് ലോജിക്കൽ റീസണിങ്ങില് 2023 കഴിഞ്ഞ ഡിസംബറിൽ നടന്ന UGC നെറ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തു. നമ്മൾ അതിന്റെ ആൻസർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമങ്ങൾ നടത്തണമെന്നാണ് വിചാരിക്കുന്നത്. സ്ക്രീന് കാണണ്ടല്ലോ അല്ലെ? നമ്മൾ ഈ 7 ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇഫ് ഐ ആം റോങ് പ്ലീസ് കറക്റ്റ് മീ. 8ാമത്തത്. അപ്പൊ ഞാൻ ഇനി വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല കേട്ടോ, നേരെ വീഡിയോയിലേക്ക് പോവാണ്. നമ്മൾ വീഡിയോയില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലോജിക് റീസണിങ്ങിൽ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. കോൺട്രാഡിക്ടറി എന്താണ്, കോൺട്രറി എന്താണ്, നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അത് ചോദിക്കും. ഈക്വാലന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുണ്ട്, ഇതിനോട് ഈക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഇത് ഒരേപോലെ തന്നെ ഞാൻ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് മുമ്പ് കഴിഞ്ഞതല്ലേ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സമാനമായ രീതിയിൽ ഫാലസികൾ എന്തൊക്കെയാണ് പറയുന്ന അതേ പാറ്റേണിൽ തന്നെ ഒന്ന് രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളൂ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്ക്. Which of the following statements are contradictory to each other? നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ മനസ്സിൽ വിചാരിക്കുക. അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള റിലേഷൻസ് ആണ്. ആ റിലേഷൻസ് കോൺട്രാഡിക്ടറി റിലേഷൻസ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ തമ്മിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് തമ്മിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടീഷണൽ പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസിൽ ഏത് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് കുറിച്ചാണ് നമ്മൾ കോൺട്രാഡിക്ടറി എന്ന് പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഏതാന്ന് അത് അറിയണമെങ്കിൽ ഇതിന് ആൻസർ കിട്ടാന്നുള്ളത് സുഖമാണ്. സുഹാന ഫസ്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞിട്ട് അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് പറഞ്ഞത്. B and D. പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കട്ടോ. ഒരു ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പാൻ ഉണ്ടായിരിക്കുക, അതേപോലെ തന്നെ ഒരു പേപ്പറോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നോട്ട്സ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റു ടെക്സ്റ്റുകളോ മറ്റു പാഡുകളോ എന്താണെങ്കിലും അത് കയ്യിൽ ഉണ്ടായിരിക്കുക. എന്നിട്ട് ചെയ്ത് നോക്കുക, നമുക്കൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണത് നന്നായിരിക്കും. അപ്പൊ അവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ആൻസർ ചെയ്യാം. അപ്പൊ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കോൺട്രാഡിക്ടറി ടു ഈച്ച് അതർ? രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ തമ്മിൽ നോക്കിയാൽ മതി, നമുക്ക് എവിടുന്ന് കിട്ടും? ഓപ്ഷൻസിൽ കൊടുത്തുള്ളത് അങ്ങനെയാണ്. B and D, A and B, C and D, A and D. അപ്പൊ ഏതോ രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, 4 പ്രൊപ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊപ്പോസിഷൻസും എന്ത് കാറ്റഗോറിക്കലാണ്. ആള്, നോ, സം നോട്ട്, എല്ലാം കാറ്റഗോറിക്കലാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാനുള്ളൂ? രണ്ട് സ്റ്റേറ്റ്മെന്റ്, രണ്ട് കാറ്റഗറി പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അതിന് തമ്മിൽ കോൺട്രാഡിക്ടറി എന്ന് പറയുന്ന റിലേഷൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്, പ്രൊപ്പോസൽസ് ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ വർക്ക് തീർന്ന് നമുക്ക് നേരെ ആൻസർ കിട്ടുകയാണ്. അപ്പൊ മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഉത്തരം പറഞ്ഞ ആളുകളൊക്കെ ഇത്രയേ ഉള്ളൂ ലോജിക്കൽ റീസണിങ് എന്ന് നിങ്ങൾക്ക് തോന്നണം, മനസ്സിലാവണം. ഇപ്പൊ കോൺട്രാഡിക്ടറി റിലേഷൻസ് നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻസ് AEIO, ഇതിൽ എയും ഓയും ഇയും ഐയും തമ്മിലുള്ള റിലേഷൻസിനാണ് നമ്മൾ എന്ത് പറയാ? കോൺട്രാഡിക്ടറി റിലേഷൻസ് എന്ന് പറയാം. എയും ഓയും ഇയും ഐയും തമ്മിലുള്ള റിലേഷൻ, ഇതാണ് കോൺട്രാഡിക്ടറി. ഈ കോൺട്രാഡിക്ടറി റിലേഷൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാൾസ് ആണെങ്കിൽ ഒന്ന് ട്രൂ ആയിരിക്കും, അത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. രണ്ടും വൈരുദ്ധ്യമായിരിക്കും. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേ ഫാൾസ്, ഉറപ്പായിട്ടും ഫാൾസ് ആയിരിക്കും. അത് ട്രൂ ആണെങ്കിൽ ഇതെന്തായാലും ഫാൾസ് ആയിരിക്കും. അതാണ് കോൺട്രാഡിക്ടറിയുടെ പ്രത്യേകത. അപ്പൊ ഇവിടെ A and O എന്ന് പറഞ്ഞാല് ആൾ പ്ലാന്റ്സ് ആർ ഫംഗി, ഫംഗസ് എന്നുള്ളതിന്റെ പ്ലൂറല് ആൾ പ്ലാന്റ്സ് ആർ ഫംഗി. ഇതേതാണ്? A ആണല്ലേ? ആണല്ലോ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലേ? രണ്ടാമത്തെ നോ പ്ലാന്റ്സ് ആർ ഫംഗി, അത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, E ആണ്. മൂന്നാമത്തത് സം പ്ലാന്റ്സ് ആർ നോട്ട് ഫംഗി, O ആണ്. നാലാമത്തത് സം പ്ലാന്റ്സ് ആർ ഫംഗി, I ആണ്. നമ്മൾ ഇങ്ങനെ കാറ്റഗറി നമ്മൾ ഏതൊക്കെ ഈ ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് പ്രൊപ്പോസൽ തരുന്നു, അതിന്റെ കാറ്റഗറി ഏതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ ഉത്തരം കിട്ടുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ഇതിൽ എയും ഓയും
എയും സിയും തമ്മിൽ ബന്ധമുണ്ട്. എയും സിയും തമ്മിൽ എന്താണ്? കോൺട്രാഡിക്റ്ററി റിലേഷൻ ആണ്. അപ്പൊ എയും സി ഓപ്ഷൻ നോക്കുക. ബി ആൻഡ് ഡി, എ ആൻഡ് ബി, സി ആൻഡ് ഡി, എ ആൻഡ് ഡി. എ സി എന്നുള്ള ഓപ്ഷൻ എന്തില്ല? എ ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ഉള്ളത് ഇയും ഐയും, ബിയും ഡിയും. അതും കോൺട്രാഡിക്റ്ററി ആണല്ലോ, കാരണം ഒന്ന് ഇ ആണ്, ഒന്ന് ഐ ആണ്. ഇ ആണ്, ഐ ആണ്. അപ്പൊ അതും കോൺട്രാഡിക്റ്ററി ആണ്. നമ്മൾ അർത്ഥങ്ങളൊന്നും ഇവിടെ നോക്കണം കേട്ടോ. നോ പ്ലാന്റ്സ് ആർ ഫംഗി. ഒരു പ്ലാന്റ്സും ഫംഗസ് അല്ല, ഫംഗി അല്ല. അങ്ങനെ അർത്ഥങ്ങളിലേക്കൊക്കെ പോയാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അങ്ങോട്ടൊന്നും പോകരുത്. അപ്പൊ ഇ ഐ എന്നുള്ളതാണ്. അപ്പൊ ഇ ഐ എന്നുള്ളത് ബിയും ഡി ആണ്. ബി ഡി എന്നുള്ളത് ഒന്നാമത്തെ ആൻസർ ആണ്, ബി ആൻഡ് ഡി. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മറ്റേതെന്തല്ല, ഒക്കെ റോങ് ആൻസർ ആണ്. അപ്പൊ ഇതിൽ ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ ബന്ധം എന്നുള്ളത് കോൺട്രാഡിക്റ്ററി റിലേഷൻസ് ആണ്. അത് നമ്മൾ ഇയും ഐ ആണെന്ന് മനസ്സിലാക്കിയ ഓപ്ഷൻസ് ബിയും ഡി ആണ്. കറക്റ്റ് ആൻസർ കണ്ടു. ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്തൊരു ചോദ്യം നോക്കും. കാണണ്ടല്ലോ അല്ലെ? അപ്പൊ ഇവിടെ കൊടുത്ത ഫാലസി ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആർ പ്രോഫിറ്റബിൾ, ദെയർഫോർ ആവറേജ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആർ, അല്ലെങ്കിൽ കമ്പനീസ് പ്രോഫിറ്റബിൾ ആണ്. അപ്പം ഇവിടെ നമുക്ക് ഫാലസി ഉണ്ട് എന്ന് ഉറപ്പാണ് അല്ലെ? കാരണം ഫാലസി നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാലസി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫാലസി ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഇതിൽ കൊടുത്ത ഓപ്ഷൻസിൽ ഈ നാലാലൊരു ഫാലസി ഇത് നമ്മൾ അറിഞ്ഞാൽ മതി. കുറെ ഫാലസികളുണ്ട്. എല്ലാ ഫാലസിയും ഈ ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് ഈ 4 ഫാലസികൾ അറിയണം. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഹാഷ് ജനറലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞതാണ്, സ്ലിപ്പറി സ്ലോപ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്, ഫാലസി ഓഫ് ആക്സിഡന്റ് ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല തോന്നുന്നു അല്ലേ? അപ്പോ 4 ഫാലസികളുണ്ട്. നമുക്ക് ആദ്യം ഈ 4 ഫാലസികൾ എന്തൊക്കെയാന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ആദ്യം ഫാലസി ഓഫ് ഡിവിഷൻ എന്നുള്ളത് ആരെങ്കിലും ചോദിക്കണ്ടോ? മൈക്ക് ഓഫ് ആക്കണേ. മൈക്ക് ഓഫ് ആക്കണേ, വേറെ സംസാരിക്കല്ലേ. അപ്പൊ ഫാലസ് ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഫാലസ് ഓഫ് കമ്പോസിഷൻ ഒക്കെ പറഞ്ഞതിന്റെ നേരെ വിപരീതം, നമ്മളൊരു പാർട്ടിന്റെ സവിശേഷത നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഹോളിന് കൊടുക്കാം. ഒരു ഹോൾ, ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഒരു മെഷീൻ, ഒരു എഞ്ചിന് നല്ല ഹെവി ആണല്ലോ. എഞ്ചിന് നല്ല ഹെവി ആണ് അല്ലേ? അപ്പൊ എഞ്ചിന് നല്ല ഹെവി ആവുമ്പോ നമ്മൾ പറയാ എഞ്ചിന്റെ ഒരു സ്ക്രൂ, അതിലുള്ള ഒരു സ്ക്രൂ, ആ എഞ്ചിമുള്ള ഒരു ഘടകം, അതിന്റെ ഒരു പാർട്ട്, ആ സ്ക്രൂ നല്ല ഹെവിയാണ്, പൊക്കാൻ ആർക്കും കഴിയില്ല. പൊക്കാൻ 10 ആള് വരണം എന്ന് പറയാം. അപ്പൊ എഞ്ചിന് പൊക്കാൻ 10 ആളുകൾ വരുന്ന അത്രയും ഭാരമുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ ആ എഞ്ചിന്റെ സവിശേഷത, ആ ഹോളിന്റെ സവിശേഷത നമ്മൾ ആർക്ക് കൊടുക്കുക? അതിന്റെ പാർട്ടായിട്ടുള്ള, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഘടകത്തിന് എന്ത് ചെയ്യുക, അതിന്റെ സവിശേഷത കൊടുക്കുക. അപ്പൊ എന്നിട്ട് പറയാം എന്ത്, ആ സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ പൊക്കാൻ 10 ആള് വേണം എന്ന് പറയാം. അപ്പൊ അതൊരു ഫാലസിയാണ്. ആരോ ഒരാള് ഇന്ത്യ സ്ക്രീം കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിലിങ്ങ വരക്കുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. അറിയാതെ തട്ടണാണോ? ഓക്കെ. അപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാല്, നമ്മളൊരു ഹോള്, ഒരു മൊത്തമായിട്ടുള്ള ഒരു സാധനത്തിന്
അതിന്റെ സവിശേഷത അതിന്റെ ഭാഗമായി വരുന്ന ഒരു കാര്യത്തിന് കൊടുക്കുക. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ പറയാം ആമസോൺ എന്നുള്ളത്, അല്ലെങ്കിൽ ആമസോൺ നല്ല ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു കമ്പനിയാണെന്ന് പറയാം. എന്നിട്ട് നമ്മൾ ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു പാവം ഒരാളെ പറ്റി പറയാം, ഓന് നല്ല പൈസക്കാരനാണ്, അപ്പൊ ആമസോൺ റിച്ചസ്റ്റ് കമ്പനിയാണെന്നുള്ളതിനെ നമ്മൾ എന്താക്കി പറയാ, അതിനെ നമ്മൾ എന്തെടുക്കുക, അതിന്റെ ലേബറിനെ എടുത്തിട്ടാ ഇവൻ നല്ല റിച്ചസ്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഹോള് അങ്ങനെ ആയത് കാരണത്താൽ അതിന്റെ സവിശേഷത നമ്മളൊരു പാർട്ടിന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഫാലസിക്കാണ് ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞത്. ആരോ ഒരാള് സ്ക്രീനിൽ എന്തോ കളിക്കണ്ടല്ലോ, അറിയാതെ തട്ടനാണോ? അപ്പൊ ഒന്നതാണ് ഫാലസി ഓഫ് ഡിവിഷൻ. രണ്ടാമത്തത് ഹാസ്റ്റി ജനറലൈസേഷൻ. ഇതെന്ത് സംഭവിക്കണ്? ആജ് എന്ന് പറയുന്ന ഒരു ആസിം ആസിം നിങ്ങൾ എന്തോ സ്ക്രീനിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഹാസ്റ്റി ജനറലൈസേഷൻ. അപ്പൊ ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു ചെറിയ പെർട്ടിക്കുലർ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, കൺക്ലൂഷനിലേക്ക് ചാടും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു തുർക്കി എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയ്ക്ക് പോയപ്പോൾ നമ്മൾ ഒരാളെ കണ്ട്, അയാളെ കണ്ടപ്പോൾ അയാൾ നമ്മളോട് ഭയങ്കര റൂഡായി പെരുമാറി. അത് നമ്മൾ പറയുന്നത് അമേരിക്കക്കാർ മൊത്തം റൂഡാണെന്ന് പറയാം. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഒരു കാര്യത്തിൽ നമ്മളൊരു ജനറലായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുക, അതും ഒരു തെളിവില്ലാതെ വേറെ എന്തെങ്കിലും തെളിവ് അടിസ്ഥാനത്തിൽ നമ്മൾ അമേരിക്കൻസ് ആർ റൂഡ് പീപ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, മറ്റൊരു തെളിവ് എവിഡൻസും ഇല്ലാതെ നമ്മളൊരാളെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ നമ്മൾ റൂഡായി പെരുമാറി എന്നുള്ള നമ്മൾ പറയുന്നത് അമേരിക്കൻസ് ആർ റൂഡ് പീപ്പിൾ എന്ന് പറയാം. അപ്പൊ അതൊരു ഹാസ്റ്റി ജനറലൈസേഷൻ ആണ്. ഒരു തെളിവ് അടിസ്ഥാനം ഇല്ലാതെ ജനറൽ ആയിട്ടുള്ള ഒരു ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അവതരിപ്പിക്കുകയാണ്. അപ്പൊ അപ്പൊ ഉണ്ടാവുന്ന ഫാലസിക്കാണ് ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയാം. സ്ലിപ്പറി സ്ലോപ്പ് ഞാൻ പറഞ്ഞല്ലോ, സ്ലിപ്പറി സ്ലോപ്പ് മുമ്പ് പറഞ്ഞിരുന്നതാണ്. ഒരു കാര്യത്തിൽ നിന്ന് അത് ഇറ്റ് ലീഡ്സ് ടു അനദർ മറ്റൊന്നിലേക്ക് നയിക്കുന്നുണ്ട്, ഒന്നൊന്നിലും പിന്നാലെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് പറയാം എന്ത്, നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് ഒരു ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയും. എന്നിട്ട് അറിയാം അതുകൊണ്ട് ഈ ഒന്നാമത് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് പാടില്ല എന്ന് പറയും. ഒന്നാമത് ഇതുണ്ടായാലും ഇതുണ്ടാവും, രണ്ടാമത് കാര്യം ഉണ്ടാവും, ഇതുണ്ടായാലും മൂന്നാമതൊരു കാര്യം ഉണ്ടാവും, ഇതുണ്ടായാലും നാലാമതൊരു കാര്യം ഉണ്ടാവും, ഇതുണ്ടായാലും അഞ്ചാമത് കാര്യം ഉണ്ടാവും. അപ്പൊ ഈ അഞ്ചാമത്തെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കണോ, ഒന്നാമത്തെ കാര്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാട്സപ്പിൽ കുറെ കാണലുണ്ട്. ഇങ്ങനെ ചെയ്താലും പട്ടിണി ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവും, ലാസ്റ്റ് മരിച്ചു പോകും. അപ്പൊ അതൊരു ഫാലസിയാണ്. അപ്പൊ ഇതിന് പറയുന്നത് സ്ലിപ്പറി സ്ലോപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പൊതുവായ ഒരു നിയമം പറയുമ്പോൾ അത് പറയുന്ന സമയത്ത് അതിൽ എക്സെപ്ഷണൽ കേസുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായേക്കാം. അത് നമ്മൾ പരിഗണിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മള് സാധാരണ പറയുന്ന ഒരു ഉദാഹരണം എന്നുള്ളത് ഇപ്പൊ പെങ്കിന് പറക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു നിയമമാണെന്ത്, ബേർഡ്സ് ക്യാൻ ഫ്ലൈ. നമ്മൾ കാണുന്ന പക്ഷികളൊക്കെ പറക്കുന്നുണ്ട് അല്ലെ, ഇപ്പൊ നമ്മൾ പറയണത് ബേർഡ്സ് ക്യാൻ ഫ്ലൈ, പക്ഷികൾക്ക് പറക്കാൻ കഴിയും എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് അതുകൊണ്ട് പെങ്കിൻക്കും പറക്കാൻ കഴിയുന്നുള്ളത്. അപ്പൊ പറക്കാൻ കഴിയാന്നുള്ളത് പക്ഷികളുടെ സവിശേഷതയാണ്. നമ്മൾ കാണുന്ന എല്ലാ ബേർഡ്സും ഫ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഒന്ന് രണ്ട് എക്സെപ്ഷൻ കേസിലായിപ്പെട്ട ഒരു എക്സെപ്ഷൻ കേസാണ് പെങ്കിൻ എന്നുള്ളത്. അപ്പൊ അതിന് പറക്കാൻ കഴിയാത്ത ബേർഡാണ്, അതൊരു എക്സെപ്ഷൻ കേസാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു നിയമം ഇത് നമ്മൾ എടുത്തിട്ട് അങ്ങനെ അക്സെപ്റ്റ് ആവുന്ന അല്ലെങ്കിൽ വളരെ റയറായി വരുന്ന ഇതിൽ നിന്നൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഉണ്ടാവും, ഒരു എക്സാമ്പിൾ ഉണ്ടാവും. അതിലേക്കും ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഫാലസി. അപ്പൊ നമുക്ക് ബേർഡ്സ് ക്യാൻ ഫ്ലൈ, അതുകൊണ്ട് പെങ്കിൻസ് എന്ത് ചെയ്യണം, ക്യാൻ ഫ്ലൈ, പെങ്കിൻസിനും ഫ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിറകൊടിഞ്ഞൊരു പക്ഷി നമ്മൾ കൊണ്ട് പറയണേ എന്താ പറക്കാത്തത്, പക്ഷികളൊക്കെ പറക്കുമല്ലോ എന്ന് പറയണ്ടല്ലോ. അപ്പൊ അതെന്താണ്, അതൊരു ഫാലസിയാണ്. അപ്പൊ നമ്മൾ പൊതുവായ അതിൽ നിന്ന് അക്സെപ്റ്റ് ആയി പോകുന്ന അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പെടാത്തത് ഉണ്ടായേക്കാം. അപ്പൊ എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായേക്കാം. എക്സെപ്ഷണൽ കേസുകളിലേക്ക് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ സംഭവിക്കുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് ആക്സിഡന്റ്. ഈ നാലും കേട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത് ഏത് ഫാലസി എന്നാണ് മനസ്സിലാവണത്? ഹേസ്റ്റ് ജനറലൈസേഷൻ ഒന്നുകൂടി പറയാനോ? ഹേസ്റ്റ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മളൊരു തെളിവുകൾ എവിഡൻസ് ഇല്ലാതെ നമ്മളൊരു ജനറൽ ആയ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അതിലെ ആ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുക. വി അസ്യൂം സംതിങ് വിത്തൗട്ട് എനി എവിഡൻസ്, അല്ലെങ്കിൽ നമുക്കൊരു ബോൾഡായിട്ട് ഒരു എവിഡൻസ് ഇല്ലാതെ നമ്മളൊരു കാര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
നമ്മളൊരാളെ കാണും. ഇപ്പൊ നമ്മളൊരു രാജ്യത്തേക്ക് പോയി, ഒരു നാട്ടിലേക്ക് പോയി. ആ നാട്ടിൽ പോയപ്പോ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഒരാളെ കണ്ട ആൾ നമ്മളോട് വളരെ റൂഡായി പെരുമാറി. അപ്പൊ നമ്മൾ പറയണ ആ നാട്ടുകാർ മൊത്തം അങ്ങനെയാണെന്ന് പറയും. അപ്പൊ അതൊരു ഹേസ്റ്റ് ജനറലൈസേഷൻ. നമ്മളത് ഒരു എവിഡൻസും ഇല്ലാതെ നമ്മളൊരു വലിയൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയണം. അപ്പൊ നമുക്ക് അറിയില്ല ആ നാട്ടുകാരൊക്കെ അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യാണ്? ജനറൽ ആയിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണെന്നുള്ള ഒരു അസംഷനിലേക്ക് എത്തുക. അതിനാണ് ഹേസ്റ്റ് ജനറലൈസേഷൻ എന്ന് പറയാം. ഇവിടെ കൊടുത്ത ഉദാഹരണം എന്താണ്? ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ് ആർ പ്രൊഫിറ്റബിൾ. അപ്പൊ ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ നല്ല പ്രൊഫിറ്റബിൾ ആണ്. ഇതുകൊണ്ട് സാധാ ആവറേജ് ഒരു ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയും എന്തായിരിക്കും? പ്രൊഫിറ്റബിൾ ആയിരിക്കും. പൊതുവായ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ നല്ല ലാഭമുള്ള കമ്പനികളാണെന്നുള്ള പൊതുവൊരു കാര്യം. ഇത് ട്രൂ ആയേക്കാം. പക്ഷെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാം, നമ്മുടെ നാട്ടിലത്തെ ഒരു ഫാർമാസ്യൂട്ടിക്കൽ ഒരു എന്താ പറയുക മരുന്ന് കട ഉണ്ടായിരിക്കാം. ആ മരുന്ന് കട നല്ല ലാഭമാണെന്നുള്ളത് അത് ശരിയായിക്കോളന്നുണ്ടാ? അവിടെ ഭയങ്കര പാപ്പരത്വം, അവിടെ ഒരു കച്ചവടം നടക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു പൊതുവായ ഒരു കാര്യം, ഇപ്പൊ എല്ലാ ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ് എന്ന് പറയുന്ന പൊതുവായ ഒരു ഹോൾ, അതിന്റെ പാർട്ട് മാത്രമാണ് എന്ത്? ഒരു ആവറേജ് ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? മൊത്തം കോമൺ ആയ ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഈ പാർട്ടിന് കൊടുക്കുക. നമ്മൾ എഞ്ചിന്റെ ഒരു സവിശേഷത അതിന്റെ പാർട്ടായി വരുന്ന സ്ക്രൂ ഡ്രൈവറിന് കൊടുത്തില്ല നമ്മള്. അതേപോലെ ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന വലിയൊരു കമ്പനി അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനം, അല്ലെ അതിന്റെ മൊത്തം ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ് എടുത്തു നോക്കുകയാണെങ്കിൽ അത് പ്രൊഫിറ്റബിൾ ആണെന്നുള്ള ഒരു ഹോളായ ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഭാഗം. അപ്പൊ ആ ഹോള് പ്രൊഫിറ്റബിൾ ആയ കാരണത്താൽ അതിന്റെ പാർട്ടായി വരുന്ന ആവറേജ് സാധാ ഒരു ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയും എന്തായിരിക്കും? പ്രൊഫിറ്റബിൾ ആയിരിക്കും എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഹോളിന്റെ സവിശേഷത എന്ത് ചെയ്യാണ്? പാർട്ടിന് കൊടുക്കുകയാണ്. അപ്പൊ പറയുന്ന ഫാലസി ആണത് ഫാലസി ഓഫ് ഡിവിഷൻ എന്നുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. ഓക്കെ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഫാലസി ഓഫ് ഡിവിഷൻ കേട്ടോ. ഇനി 10ാമത്തെ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് സമയം തരെയാണ്, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കട്ടോ. നമ്മൾ ഇന്ത്യൻ ലോജിക്കിൽ നമുക്ക് ലോജിക് റീസണിങ്ങിൽ 2 സില്ലോജിസം പഠിക്കാനുണ്ട്. ഒന്ന് അരിസ്റ്റോട്ടിലിയൻ അല്ലെങ്കിൽ വെസ്റ്റേൺ സില്ലോജിസ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിയൻ സില്ലോജിസം എന്ന് പറയുന്ന പാശ്ചാത്യൻ രീതി. മറ്റൊന്ന് ന്യായ സില്ലോജിസം, ഒരു ഇന്ത്യൻ സില്ലോജിസം എന്നുള്ളത്. ഈ 2 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനുണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും അരിസ്റ്റോട്ടിൽ സില്ലോജിസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതുപോലെ ന്യായ സില്ലോജിസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയുന്ന ഒരാൾക്ക് ചെറിയ ബേസിക് കാര്യമാണ്. അത് അറിയുമ്പോൾ നമുക്ക് എന്ത് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. എ ബി എങ്ങനെ മനസ്സിലാകും? ഏകദേശം സെയിം അല്ലേ രണ്ടും? കൺഫ്യൂഷൻ ആവുന്നു. ഏത് സെയിം അല്ലേ എന്ന് ചോദിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1ഉം 2 ആണോ? വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പൊ വെച്ച് അറിയേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ കണ്ടാൽ അറിയേണ്ട ഒരു കാര്യമില്ല. ആദ്യം നമുക്ക് അരിസ്റ്റോട്ടിൽ സിലോജിസത്തിനെ പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ന്യായ സിലോജിസും അരിസ്റ്റോട്ടിൽ സിലോജിസും തമ്മിൽ വ്യത്യാസം അറിയുന്ന ഒരാൾക്ക് സിമ്പിളായി ഉത്തരം കിട്ടും. ഒമ്പതാമത്തെ ഏതാ പറഞ്ഞു? എയും ബിയോ?
അത് എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, ഈ ഉദാഹരണം ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ പ്രോഫിറ്റബിൾ ആണ്, ഫോർ ആവറേജ് ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. അത് നമുക്ക് ഇതൊക്കെ ഫാലസ് ഓഫ് ഡിവിഷനിൽ വരുന്ന സാധനങ്ങളാണ്. അത് ഒരു ഹോള് പറയേണ്ട അതിന്റെ പാർട്ട്. ഹേസ്റ്റ് ജനറലൈസിന്റെ ഉദാഹരണം നമുക്ക് ഇനി ഉദാഹരണം കണ്ടാൽ മനസ്സിലാക്കും. അത് നമ്മൾ ഓരോ ഫാലസ് വരുമ്പോൾ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് നമുക്ക് ഹേസ്റ്റ് ജനറലൈസേഷൻ അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ഫാലസ് ഓഫ് ഡിവിഷനിൽ നമ്മൾ പറയുന്ന ഉദാഹരണമാണ്. കറക്റ്റ് ഹോളിന്റെ ഒരു കാരണം എടുക്കുന്നു, അത് നമ്മൾ പാർട്ടിന് അതിന് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കണ്ടാല്, ഒന്ന് രണ്ട് ഫാലസ് ഓഫ് ഡിവിഷൻസ് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ഹേസ്റ്റ് ജനറലൈസേഷൻ അല്ല, ഫാലസ് ഓഫ് ഡിവിഷൻ ആണെന്ന് കറക്റ്റ് മനസ്സിലാവും. ഇതിന് ആൻസർ കിട്ടിയവരെന്ന് പറയണേ. അപ്പൊ ഇത് നമുക്ക് വളരെ ബേസിക് ആയ ഒരു കാര്യമാണ്. ഇപ്പൊ അരിസ്റ്റോട്ടിലിയം സിലോജിസം, അതേപോലെ തന്നെ ന്യായ സിലോജിസം. അപ്പൊ നമുക്കിപ്പോ കുറെ ലോജിക്കൽ റീസണിങ് എടുക്കുകയാണെങ്കിൽ അത് ഓരോ വിഭാഗത്തിനും, ഇപ്പൊ ചൈനീസ് അവർക്ക് വേറെ അവരുടേതായിട്ടുള്ള സിലോജിസംസും അവരുടേതായിട്ടുള്ള ഒരു ലോജിക്ക്, നമ്മളൊരു ആർഗ്യുമെന്റ് പറയുമ്പോൾ ഏതാണ് ശരി തെറ്റ് ഇതൊക്കെയാണല്ലോ അതിൽ വരുന്നത്. അപ്പൊ അവരുടേതായ ഓരോ സംസ്കാരങ്ങൾക്കും ഓരോ വിജ്ഞാന എപ്പിസ്റ്റിമോളജികൾക്കും അവരുടേതായ വിജ്ഞാന ശാഖകളും അതിന്റെ ഭാഗമായിട്ട് ലോജിക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഏതായാലും വെസ്റ്റേണിൽ നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന അരിസ്റ്റോട്ടിലിയൻ സിലോജിസം അല്ലെങ്കിൽ ട്രഡീഷണൽ അരിസ്റ്റോട്ടിലിയൻ സിലോജിസം എന്ന് പറയുന്നത്, അപ്പൊ അരിസ്റ്റോട്ടലിനോട് ചേർത്ത് പറയുന്ന വെസ്റ്റേൺ സിലോജിസം ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ സിലോജിസം എന്ന് പറഞ്ഞിട്ട് അവര് നമ്മൾ വെസ്റ്റേൺ സിലോജിസം സാധാരണ പറയുന്ന ഒന്നുള്ളത്, അതിലെ ഫോക്കസ് നിങ്ങൾ ലോജിക് റീസണിങ് പഠിക്കാൻ ശ്രമിച്ച ആളുകളാണെങ്കിൽ അതിൽ സില്ലോജിസം എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾ രണ്ട് കാര്യം പറയുന്നു, ഫസ്റ്റ് ഒരു പ്രമിസ് പറയുന്നു, രണ്ടാമതൊരു പ്രമിസ് പറയുന്നു, ഈ രണ്ട് പ്രമിസ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇത് മൊത്തമായിട്ട് കൂടിയ ഈ മൂന്ന് പ്രപ്പോസൽസും കൂടി വരുന്ന കാര്യത്തിൽ നമ്മൾ സില്ലോജിസം എന്ന് പറയാം. ഒരു പ്രമിസ് രണ്ടാമത് വേറൊരു പ്രമിസ് പറയുന്നു, അതിൽ നിന്നൊരു കൺക്ലൂഷൻ കിട്ടുന്നു. ഈ ഒരു കാര്യത്തിൽ മൊത്തമായിട്ടുള്ള ഈ ആർഗ്യുമെന്റിന് മൊത്തമായിട്ട് ഈ സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സിന് നമ്മൾ സില്ലോജിസം എന്ന് പറയാം. അപ്പൊ അരിസ്റ്റോട്ടിലിയൻ സില്ലോജിസത്തിൽ ഈ ഒരു ഉണ്ടല്ലോ, ഒരു പ്രമിസ് രണ്ടാമതൊരു പ്രമിസ് അതിനൊരു കൺക്ലൂഷൻ, ഈ ഒരു സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, ഇതെന്തായിരിക്കണം? അത് ഡിഡക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫോർമുല ആയിരിക്കണം. ഇതാണ് അരിസ്റ്റോട്ടിലിയൻ സിലോജിസത്തിൽ പറയുന്നത്. ഡിഡക്റ്റീവ് ആവാന്ന് പറഞ്ഞാല് നമ്മൾ ഒന്ന് പറഞ്ഞാല് ഒന്നാമത്തെ പ്രമിസ് പറഞ്ഞു, രണ്ടാമത്തെ പ്രമിസ് പറഞ്ഞു, ഈ രണ്ട് പ്രമിസും പറഞ്ഞാല് ഇതിൽ നിന്ന് അനിവാര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്തായിരിക്കും? ഉറപ്പായിരിക്കും. ഉദാഹരണത്തിന് എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നവരാണ് സാധാരണ പറഞ്ഞിട്ടല്ലോ, നമ്മള് ആൾ മെന്നാർ മോർട്ടൽ, നമ്മൾ കഴിഞ്ഞാലൊക്കെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ആൾ മെന്നാർ മോർട്ടൽ. രണ്ടാമത് പറയുന്നത് സോക്രട്ടീസ് എന്നുള്ള ആൾ ആരാണ്? സോക്രട്ടീസ് ഒരു മാനാണെന്ന് പറഞ്ഞു, മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ പ്രമിസ് എന്താണ്? ആൾ മെന്നാർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നവരാണ്. രണ്ടാമത് എന്താണ്? സോക്രട്ടീസ് മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്തായിരിക്കും? കൺക്ലൂഷൻ തീർച്ചയായിട്ടും സോക്രട്ടീസ് ഈസ് മോർട്ടൽ. സോക്രട്ടീസ് എന്താണ്? മോർട്ടൽ ആണ്. അപ്പൊ ഈ കിട്ടിയ കൺക്ലൂഷൻ ഉണ്ടല്ലോ, ഒന്നാമത്തെ പ്രമിസ് രണ്ടാമത്തെ പ്രമിസ് കഴിഞ്ഞിട്ട് മൂന്നാമത് കിട്ടുന്ന കൺക്ലൂഷൻ എന്നുള്ളത് അത് ഡെഫിനറ്റ്ലി നമുക്ക് ഉറപ്പാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ കൺക്ലൂഷൻ ട്രൂ ആണോ എന്നാൽ ആ പ്രമിസുകൾ ട്രൂ ആണോ എന്നതിന്റെ കൺക്ലൂഷനും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ എല്ലാ മനുഷ്യരും മോർട്ടലാണെന്നുള്ള കാര്യം ട്രൂ ആണെന്ന് വിചാരിക്കുക, സോക്രട്ടീസ് മനുഷ്യനാണെന്ന് പറഞ്ഞു അതും ട്രൂ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അനിവാര്യമായിട്ടും അതിന്റെ കൺക്ലൂഷൻ ആയിട്ടുള്ള സോക്രട്ടീസ് മോർട്ടൽ എന്ന് പറയുന്ന കൺക്ലൂഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ നമുക്ക് 100% ഉറപ്പുള്ള കൺക്ലൂഷൻസ് അതിന് നമ്മൾ ഡിഡക്റ്റീവ് എന്ന് പറയാം. ഇതേ സമയത്ത് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാല് പ്രോബബിൾ ആണ്, നമുക്ക് ഉറപ്പില്ല, ഒരു 100% സാധ്യത ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് പറയണം, ഞാനിങ്ങനെ വഴിയിലൂടെ പോണ സമയത്ത് ഒരു പൂച്ചനെ കണ്ടു, ഒരു കാറ്റിനെ കണ്ടു. ആ കാറ്റ് എന്താണ്? ബ്ലാക്ക്, കറുത്ത പൂച്ചയാണ്. പിന്നെ ഞാൻ പോകുമ്പോ അവിടുന്ന് വേറൊരു കാറ്റിനെ കണ്ടു,
ആ കാറ്റ് എന്ത് തന്നെയാണ്? ബ്ലാക്ക്, കറുത്ത പൂച്ചയാണ്. അപ്പൊ ഞാൻ രണ്ട് ഇത് പറയുന്നത്, ലോകത്തെ എല്ലാ പൂച്ചകളും കറുത്തിട്ടാണെന്ന് പറയാം. അപ്പൊ ഞാനൊരു പൂച്ച നോക്കുമ്പോ അവിടെ കറുത്ത പൂച്ചയാണ്, ഇവിടെ നോക്കുമ്പോ അവൻ കറുത്ത പൂച്ചയാണ്, പിന്നെ നോക്കുമ്പോ അവൻ കറുത്ത പൂച്ചയാണ്. അപ്പൊ ഞാൻ ഈ കണ്ടത് ഇന്ന് ഞാൻ എന്ത് ചെയ്യാ, ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തുക, പൂച്ചകളൊക്കെ എന്താണ് കറുത്തിട്ടാണെന്നുള്ളത്. അപ്പൊ അത് ഉറപ്പുണ്ട് നമുക്ക്, ഡെഫിനറ്റ്ലി ഒരു കാര്യമല്ല അത്, പ്രോബബിളി അത് എന്തായേക്കാം, കറുത്തിട്ടായേക്കാം, ബ്ലാക്ക് ആയേക്കാം, അല്ലെങ്കിൽ വെളുത്തിട്ടായേക്കാം. അപ്പൊ അങ്ങനെ വരുന്നത് നമുക്ക് എന്താ മോസ്റ്റ് പ്രോബബിൾ ആയ ഒരു കാര്യം, അതാണ് ഇൻഡക്റ്റീവ് എന്നുള്ളത്. പക്ഷെ അരിസ്റ്റോട്ടലിൻ സില്ലോജിസത്തിൽ അവരൊരു ഒരു വാലിഡ് സില്ലോജിസമായിട്ട് അല്ലെങ്കിൽ സില്ലോജിസമായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് ഡിഡക്റ്റീവ് സില്ലോജിസമാണ്. അതുപോലെ തന്നെ ഫോർമുലാണ്. ഫോർമുല എന്ന് പറഞ്ഞാൽ അതിൽ ഫോമിനാണ് വാല്യൂ കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ മുമ്പ് കഴിഞ്ഞ ഉദാഹരണത്തിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിലിപ്പോ ഇതിന്റെ എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ അർത്ഥങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ കണ്ടന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ഫോം നോക്കിയാൽ കാറ്റഗറി, അത് എ ആണോ, ഇ ആണോ, ഐ ആണോ, ഓ ആണോ, ആ കാറ്റഗറി നോക്കി അതിന്റെ ഫോം മാത്രം രൂപം നോക്കിയാൽ മതി. രൂപം തന്നെ ആള്, സമ്മ്, നോ, സം നോട്ട്, ഇതാണ് ഇതിന്റെ ഫോം എന്നുള്ളത്. അല്ലെങ്കിൽ സബ്ജക്ട് ഫസ്റ്റ് വന്നു, പ്രെഡിക്കേറ്റ് ഫസ്റ്റ് വന്നു, അങ്ങനെ സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഫോം മാത്രം എന്തേ ഉള്ളൂ അരിസ്റ്റോട്ടലിയൻ സിലോജിസം കെയർഫുൾ അവർ കൺസേൺഡ് ആവണുള്ളൂ. അപ്പൊ അവരത് ഫോർമലാണ്, ഡിറ്റക്റ്റീവ് ആണ്. മനസ്സിലായല്ലോ? പിന്നെ അതേ സമയത്ത് ഇന്ത്യൻ സിലോജിസം അല്ലെങ്കിൽ ന്യായ സിലോജിസത്തില് അത് ഡിഡക്റ്റീവ് സിലോജിസം ഉണ്ട്, ഇൻഡക്റ്റീവ് സിലോജിസം ഉണ്ട്. ഫോർമലാണ് ഈ മെറ്റീരിയൽ ആണ്, അതിന് കണ്ടന്റിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഫോമിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് അരിസ്റ്റോട്ടലും സിലോജിസവും ന്യായ സിലോജിസവും തമ്മിലുള്ള കുറെ ഡിഫറൻസുകൾ ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇതാണ്. അരിസ്റ്റോട്ടൽ സിലോജിസം എന്നുള്ളത് അത് ഡിഡക്റ്റീവും ഫോർമലുമാണ്. അതേ സമയത്ത് ന്യായ സിലോജിസം എന്നുള്ളത് ഡിഡക്റ്റീവ് ഉണ്ട്, ഇൻഡക്റ്റീവും അത് സ്വീകരിക്കും, ഫോർമലിനും സ്വീകരിക്കും, മെറ്റീരിയലും സ്വീകരിക്കും, എല്ലാതും കൺസേൺഡ് ആണ് ഏത് ഈ ന്യായ സിലോജിസം എന്നുള്ളത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്താ ആൻസർ കിട്ടും? ഒന്നാമത് പറഞ്ഞത് ഇവിടെ എന്താണ്, ഇൻഡക്റ്റീവ് ആൻഡ് ഫോർമൽ എന്നാ പറഞ്ഞത്. ഇൻഡക്റ്റീവ് ആൻഡ് ഫോർമൽ എന്നാ പറഞ്ഞത്. ഇൻഡക്റ്റീവ് ആൻഡ് ഫോർമൽ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞതിന്റെ നേരെ വിപരീതമല്ലേ. നമ്മൾ പറഞ്ഞതാണ് ഡിഡക്റ്റീവ് ആൻഡ് ഫോർമൽ എന്നാ പറഞ്ഞത് ഏതിന്റെ, അരിസ്റ്റോട്ടലിയൻ സിലോജിസത്തിന്റെ. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഇൻഡക്റ്റീവ് ആൻഡ് ഫോർമൽ എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ എന്താണ്, തെറ്റാണ്. രണ്ടാമത് പറഞ്ഞത് ന്യായ സിലോജിസം എന്നുള്ള ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് ആണ്, ഫോർമുല ആൻഡ് മെറ്റീരിയൽ ആണ്. ആ പറഞ്ഞത് എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, ഫാൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്, അവ ട്രൂ ആണ്. അപ്പൊ ബോത്ത് തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് രണ്ടും അതും തെറ്റാണ്. ഒന്നാമത്തെ ട്രൂവും രണ്ടാമത്തെ ഫാൾസും അതും തെറ്റാണ്. കറക്റ്റ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ല, 4th 1 ആണ് കറക്റ്റ് ആൻസർ. ഗുഡ്. ഇതേ നമ്മൾ പറഞ്ഞ ഓരോ ചോദ്യങ്ങൾ തന്നെയാട്ടോ വീണ്ടും വീണ്ടും വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ നോക്കി നിങ്ങള്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള ബന്ധം, ആ റിലേഷൻ ഇവിടെ ഞാൻ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾക്കിടയിൽ ബന്ധം കോൺട്രാഡിക്ടറി ആണ്. നേരെ പേര് പറഞ്ഞത് കോൺട്രാഡിക്ടറി ആണ്. അപ്പൊ നമ്മൾ നേരെ കോൺട്രാഡിക്ടറി കണ്ടെത്തിയാൽ മതി. ഒന്ന് അങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഈ കോലത്തിലെ ചോദിക്കുക, നേരെ പേര് പറയില്ല. അപ്പൊ കോൺട്രാഡിക്ടറി ഉണ്ട്, കോൺട്രറി ഉണ്ട്, സബ് കോൺട്രറി ഉണ്ട്, അതുപോലെ തന്നെ സബാൾട്ട ഉണ്ട്. നേരെ പേര് പറയില്ല, അതിന്റെ സവിശേഷത പറയും, ആ റിലേഷൻ പറയും. ഇവിടെ അതാ പറഞ്ഞിട്ടുള്ളത്, ഈ വൺ ഓഫ് ദം ഈസ് ഫാൾസ്, ദ അതർ മസ്റ്റ് ബി ട്രൂ. ഈവൻ ദോ ബോത്ത് ഓഫ് ദം ക്യാൻ ബി ട്രൂ. അതാണ് അതിന്റെ റിലേഷനെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. എന്റെ സ്ക്രീനിൽ ഞാനല്ലാതെ വേറെ ആരോ വരക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയില്ല. ആൻസർ കിട്ടിയവർ പറയണേ. ഒരു സിമ്പിൾ ചോദ്യം കേട്ടോ. ആൻസർ എല്ലാവരും ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കി. സഹില തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് എന്ന് പറയുമ്പോ എ ആൻഡ് സി ഓൺലി അല്ലേ.
A and C. Some cars are e-vehicles, no cars are e-vehicles. ബോത്ത് ഓഫ് ദം ക്യാൻ ബി ട്രൂ എന്നും കൂടി ഉണ്ട് കേട്ടോ. സഹില, രണ്ടും ശരിയാണെന്നുള്ളതും കൂടി ഉണ്ട്. രണ്ട് നോക്കിയിട്ടാണെങ്കിലും ഓക്കെ. സുഹാന, കോൺട്രാഡിക്ടറി ആണോ? കോൺട്രാഡിക്ടറി ആകുമ്പോൾ രണ്ടും ഈവൺ ദോ ബോത്ത് ഓഫ് ദം ക്യാൻ ബി ട്രൂ, രണ്ടും ട്രൂ ആവോ? കോൺട്രാക്ടറി പറഞ്ഞെന്താ നമ്മള്, ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേ ട്രൂ ആയിരിക്കും, അത് ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും. രണ്ടും കൂടി ട്രൂ ആവുന്നുള്ളത് കോൺട്രാക്ടറി വരില്ല. നമ്മള് സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റിന്റെ അടുത്ത കാര്യത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഒന്ന് കോൺട്രാക്ടറി പറഞ്ഞല്ലോ അല്ലെ, ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം, ശ്രദ്ധിച്ചു നോക്കണേ. എ ഇ ഐ ഒ ഇതാണല്ലോ, ഇത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. എ എന്നുള്ളത്, ഇ എന്നുള്ളത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, ഐ എന്നുള്ളത് പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്, ഒ എന്നുള്ളത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഓള്, നോ, സമ്മ്, സം നോട്ട് ആണല്ലോ. ഇനി മനസ്സിലാക്കേണ്ടത് ഇതിൽ എയും ഓയും ഇയും ഐയും തമ്മിലുള്ള ബന്ധം എന്താണ്? കോൺട്രാഡിക്ടറി ആണ്. അത് നിങ്ങൾ എന്തായാലും പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ ചോദിച്ചാൽ എത്ര വട്ടം കോൺട്രാഡിക്ടറി വന്ന്, അപ്പൊ അതൊരു ചോദിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. PYQ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ സെഷൻ എന്ന് വെച്ചാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഒരേ പാറ്റേണിൽ വരുന്ന പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാനാണല്ലോ. അപ്പൊ കോൺട്രാഡിക്ടറി കുറെ ചോദിക്കുന്നുണ്ട്, അതൊന്നാണ്. ഇനി രണ്ടാമത് ഇതിലുള്ള വേറെ റിലേഷൻ ആണ് കോൺട്രറി എന്ന് പറയും. കോൺട്രറി, എയും ഇയും തമ്മിലുള്ള ബന്ധം, എയും ഇയും തമ്മിലുള്ള ബന്ധം ഇനി പറഞ്ഞ പേരാണ് കോൺട്രറി. നമ്മൾ പറഞ്ഞിട്ട് ചെല്ല് കഴിഞ്ഞാല് കോൺട്രറി. കോൺട്രറി എന്ന് പറഞ്ഞാല് എയും ഇയും, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾ മെൻ ആർ മോർട്ടൽ, ഇതാണല്ലോ എ എന്ന് പറഞ്ഞാല്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ മെൻ ആർ മോർട്ടൽ, ഇതാണല്ലോ ഇ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? അതിനാണ് കോൺട്രറി എന്ന് പറയാം. ഇത് നിങ്ങൾ നോക്കി നോക്കാം. നമ്മൾ പറഞ്ഞ എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നവരാണ്, മോർട്ടൽ ആണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ട്രൂ ആണെന്ന് വെക്കുകയാണെങ്കിൽ, എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നു പറയുന്ന കാര്യം ട്രൂ ആണെന്ന് വെക്കുകയാണെങ്കിൽ, ഈ പറയുന്നത് രണ്ടാമത് പറഞ്ഞതാണ് അതിന് നേരെ വിപരീതല്ലേ, മനുഷ്യരൊന്നും മരിച്ചു പോകില്ല എന്നുള്ളത്. അപ്പൊ ഇതും ട്രൂ ആവുമോ? നിങ്ങൾ പറയും, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരേ സമയം ട്രൂ ആവോ? ആവോ? ഇന്ന് തിരൂര് 2 മണിക്ക്, ഉച്ചക്ക് 2 മണിക്ക് മഴ പെയ്തു എന്നുള്ളതും ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് തിരൂര് മഴ പെയ്തില്ല, രണ്ടും കൂടി ട്രൂ ആവാം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് സത്യമാണ്, അത് സത്യമാണെങ്കിൽ മറ്റേ ഫാൾസ് ആയിരിക്കും. അപ്പൊ രണ്ടും കൂടി ട്രൂ ആവുന്നത് ഉണ്ടാവില്ല. ഇത് ഈ രണ്ട് കോൺട്രറിയുടെ ബന്ധം പറയണത്. ആൾ മന്നാർ മോട്ടർ എന്നുള്ളത് മനുഷ്യരെല്ലാവരും മരിച്ചു പോകുന്നുള്ളതും മനുഷ്യരാരും മരിച്ചു പോകില്ല എന്നുള്ളതും രണ്ടും കൂടി ശരിയാണെന്ന് പറയാൻ പറ്റില്ല, അത് വൈരുദ്ധ്യം ഉണ്ടാവുക. അതിനാണ് കോൺട്രറി എന്ന് പറയാം. ലോജിക് റീസണിംഗിൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ ഇതിനാണ് കോൺട്രറി എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഒരു ബന്ധം കിട്ടിയ നിങ്ങൾക്ക്, അപ്പൊ രണ്ടും കൂടി എന്താവാൻ പറ്റൂല, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല. അപ്പൊ വൺ ഓഫ് ദം ഇത് ട്രൂ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? നിർബന്ധമായിട്ടും SLF ഫാൾസ് ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മൾ പറയുന്നത് എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നുള്ള കാര്യം സത്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതമായ അതിന്റെ കോൺട്രറി ആയ മനുഷ്യരൊന്നും മരിച്ചു പോകില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്, അത് ഫാൾസ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടി കാൻഡ് ബി, ഇതിന്റെ ബന്ധതാണ്, കോൺട്രയുടെ ബന്ധതാണ് കാൻഡ് ബി ട്രൂ ടുഗദർ. ഇത് രണ്ടും കൂടി ട്രൂ ആവാന്നുള്ള നടക്കൂല. പക്ഷെ ഇത് രണ്ടും എന്താവാൻ പറ്റും? രണ്ടും ഫാൾസ് ആവാൻ പറ്റും. മനുഷ്യർ ഇതല്ല, വേറെ എന്തെങ്കിലുമൊക്കെ അയക്കാം. ഇനിയിപ്പോ ഈ ഉദാഹരണം ആകുമ്പോൾ കറക്റ്റ് മനസ്സിലാവാതെ വേറെ എന്തെങ്കിലും ഉദാഹരണം പറയാണ്, എല്ലാ ആപ്പിളും ചുവന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അങ്ങനെ ഇല്ലാത്തുണ്ടായേക്കാം. അപ്പൊ രണ്ടും ഫാൾസ് ആവാൻ പറ്റും, പക്ഷെ രണ്ടും എന്താ പറ്റൂല? ട്രൂ ആവാൻ പറ്റൂല. ഇത് ക്യാൻ ബി ട്രൂ ടുഗദർ, ക്യാൻ ബി ഫാൾസ്. രണ്ടും കൂടി എന്താ പറ്റും? ഫാൾസ് ആവാൻ പറ്റും, പക്ഷെ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല. ഇതാണ് കോൺട്രയുടെ ബന്ധം. ഇനി അടുത്തൊരു കാര്യമുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് കോൺട്രറി കേട്ടോ, ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളിയും. അടുത്തത് ഇനി
സബ് കോൺട്രറി എന്ന് പറയും. സബ് കോൺട്രറി ഇത് നമ്മൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചു വരുന്ന ഭാഗമാണ് സബ് കോൺട്രറി. സബ് കോൺട്രറി എന്നാൽ ഐയും ഓയും നമ്മൾ എയും ഇയും തമ്മിൽ കോൺട്രറി ആന്ന് പറഞ്ഞു അല്ലെ. ഐയും ഇയും അതായത് സമ്മും സംനോട്ടും തമ്മിലുള്ള ബന്ധത്തിനാണ് എന്ത് പറയാം നമ്മള് സബ് കോൺട്രറി എന്ന് പറയും. സബ് കോൺട്രറിയുടെ പ്രത്യേകത എന്താ വെച്ചാല് ഇത് രണ്ടും കൂടി ഫാൾസ് ആവാന്നുള്ളത് നടക്കൂല. ഉദാഹരണത്തിന് പറയാണ്, നമ്മൾ സം ആപ്പിൾസ് തന്നെ ആയിക്കോട്ടെ. സം ആപ്പിൾസ് ആർ റെഡ്. ചില ആപ്പിളുകൾ എന്താണ് ചുവന്ന നിറത്തിലുള്ളതാണ്. ഇനി ഇതിന്റെ സംനോട്ട് എന്താണ്? സം ആപ്പിൾസ് ആർ നോട്ട് റെഡ്. ചില ആപ്പിളുകൾ ചുവപ്പ് നിറമല്ലാത്തതുമാണ്. ഇത് നമുക്ക് ട്രൂ ആണെന്ന് പറഞ്ഞൂടെ? ഇത് ട്രൂ ആണ്, ഇതും ട്രൂ ആണ്. ഇത് രണ്ടും ട്രൂ ആണെന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും പെട്ടെന്ന് കമന്റ് ചെയ്യും. രണ്ടും ട്രൂ ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും അല്ലേ? പറയാൻ പറ്റും. കാരണം എന്താ? ചിലത് ഗ്രീൻ ആപ്പിൾ ഉണ്ടാവും, പച്ച ആപ്പിൾ ഉണ്ടാവും. രണ്ടും ശരിയാണെന്ന് പറഞ്ഞൂടെ? അപ്പൊ കോൺട്രയുടെ ബന്ധം അതാണ്. ബോത്ത് ഓഫ് ദം ക്യാൻ ബി ട്രൂ. രണ്ടും എന്താ പറ്റും? ട്രൂ ആവാൻ പറ്റും. ഇനി ഇത് രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല. അങ്ങനെ നോക്കി നിങ്ങള്. ഇത് പറയാം നമ്മൾ ഫാൾസ് എന്ന് പറയാം. ചില ആപ്പിള് റെഡ് അല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു. മനസ്സിലാക്കണം കേട്ടോ. ചില ആപ്പിള് റെഡ് ആണെന്നുള്ളത്, സം ആപ്പിൾസ് ആർ റെഡ് എന്നുള്ളത് തെറ്റാണ്, അത് ഫാൾസ് ആണ്. എന്നിട്ട് പറഞ്ഞു ഇത് ഫാൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്ത് ട്രൂ ആയിരിക്കും? ഇത് ട്രൂ ആവൂലേ? കിട്ടിയോ? ചില ആപ്പിളുകൾ റെഡ് ആണെന്നുള്ളത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചില ആപ്പിൾ റെഡ് അല്ല എന്നുള്ളതല്ലേ? അതല്ലേ ഇത് സം ആപ്പിൾസ് ആർ നോട്ട് റെഡ് എന്നുള്ളത്. അപ്പൊ ഇത് ഫാൾസ്, ഒന്നാമത്തെ ഫാൾസ് എന്ന് പറഞ്ഞാല് രണ്ടാമത്തത് ട്രൂ ആണെന്ന് ഉറപ്പാണ്. രണ്ടും കൂടി ഫാൾസ് ആവോ? ചില ആപ്പിളുകൾ റെഡ് ആണെന്നുള്ളത് തെറ്റാണെന്ന് പറയാം, റെഡ് അല്ല എന്നുള്ളതും തെറ്റാണെന്ന് പറയാം. രണ്ടും കൂടി എങ്ങനെ തെറ്റാവാ? അപ്പൊ നോക്കി നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞേക്കാൾ നിങ്ങളാ ഉദാഹരണം കണ്ട് ആലോചിക്കണം നല്ലത്. കറക്റ്റ് അല്ലേ? അപ്പൊ രണ്ടും കൂടി ഫാൾസ് ആവാന്നുള്ളത് നടക്കൂല. അപ്പൊ ഒന്നാമത്തെ ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും. രണ്ടും കൂടി ഫാൾസ് ആവാൻ നടക്കൂല. അപ്പൊ സബ് കോൺട്രറിയുടെ പ്രത്യേകതയാണ്, അതിന്റെ റിലേഷൻ ആണ് രണ്ടും കൂടി ബോത്ത് ഓഫ് ദം ക്യാൻ ബി ട്രൂ. രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും. ഒരു സ്റ്റേറ്റ്മെന്റ് സമ്മ് ട്രൂ ആണ്, സം നോട്ട് ട്രൂ ആണ്, രണ്ടും ട്രൂ ആണ്, പറ്റും. അങ്ങനെ വരാം. രണ്ടും കൂടി എന്താ പറ്റില്ല? ബോത്ത് ക്യാൻഡ് ബി ഫാൾസ്. ബോത്ത് ക്യാൻഡ് ബി ഫാൾസ്. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റില്ല. അതിനെ പറഞ്ഞാൽ വേറെ എങ്ങനെ പറയാം? ഈ വൺ ഓഫ് ദം ഈസ് ട്രൂ ഫാൾസ്. ഒന്ന് ഫാൾസ് ആണെങ്കിൽ ദ അതർ മസ്റ്റ് ബി ട്രൂ. മറ്റേതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇപ്പൊ കിട്ടിയോ? അപ്പൊ ഇത് സബ് കോൺട്രറിയുടെ ബന്ധാട്ടോ. ഇനി ഇതേപോലെ ചോദ്യം ഇനി വരുന്നുണ്ട്. സബ് കോൺട്രറി വളരെ കോൺട്രാക്ട് പോലെ തന്നെ ചോദിക്കലാണ് സബ് കോൺട്രറി എന്നുള്ളതും. അപ്പൊ ഐയും ഓയും തമ്മിലുള്ള ബന്ധമാണ് സബ് കോൺട്രറി. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ചോദ്യം കിട്ടുന്ന സമയത്ത് ഈ പറയണ്ടല്ലോ, ഈ വൺ ഓഫ് ദം ഈ ഫാൾസ് ദ അതർ മസ്റ്റ് ബി ട്രൂ ഈവൻ ദോ ബോത്ത് ക്യാൻ ബി ട്രൂ. ഇത് എന്തിന്റെയാണ്? ഇത് കോൺട്രാഡിക്ടറിന്റെ ആണോ, കോൺട്രറിന്റെ ആണോ, സബ് കോൺട്രറിന്റെ ആണോ, ഏതിന്റെ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? അത് സബ് കോൺട്രറിന്റെ എന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയാൽ സബ് കോൺട്രറി ഏതൊക്കെ കാറ്റഗറി തമ്മിലാണ്? ഐയും ഓയും തമ്മിലാണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഒരു പണിയില്ല. ഇതില് ഐയും ഓയും തമ്മിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, പ്രൊപ്പോസിഷൻസ് ഏതൊക്കെയാ നോക്കിയാൽ മതി. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് സം കാർസ് ആർ ഇ വെഹിക്കിൾസ്. ഇതേതാണ്? ഐ അല്ലേ? എന്നാൽ സം കാർസ് ആർ നോട്ട് ഇ വെഹിക്കിൾസ്, ഓ ആണ്. നോ കാർസ് ആർ ഇ വെഹിക്കിൾസ്, അത് ഇ ആണ്. ആൾ കാർസ് ആർ ഇ വെഹിക്കിൾസ്, എ ആണ്. നമുക്ക് ഇതിന്റെയൊക്കെ കാറ്റഗറി മനസ്സിലായി. നമുക്ക് നമ്മൾ വന്നതൊക്കെയാണ് സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി എന്ന് പറഞ്ഞാല് ഐയും ഓയും തമ്മിലാണ്. ഐ എവിടെ? ഇത് ഐ ആണ്, ഇത് ഓ ആണ്. അപ്പൊ എയും ബിയും തമ്മിലാണുള്ളത്. എ ആൻഡ് ബി ഓൺലി. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത്? ഒന്നാമത്തെ ഓപ്ഷൻ ആണ് എ ആൻഡ് ബി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായിക്കണോ? ഓക്കെ. കുറെ ഉദാഹരണങ്ങളൊക്കെ ഒരേ വാക്കുകളായിരിക്കും. ഇതേപോലെ തന്നെ വാക്കുകളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ചോദിക്കുന്ന വ്യത്യാസ ചോദ്യങ്ങളായിരിക്കും. ട്രക്കിന്റെ ഉദാഹരണം മുമ്പും പറഞ്ഞിരിക്കണോന്ന്, പക്ഷെ ചോദ്യം വ്യത്യാസമുണ്ട് കേട്ടോ.
ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഒന്ന് സ്പീഡ് ആക്കണേ, നമുക്ക് കുറച്ചും കൂടി കുറച്ചധികം ഒരു 25 ചോദ്യം കവർ ചെയ്യണമെന്നാണ് ഇതിൽ വിചാരിച്ചിരുന്നത്. പെട്ടെന്നാവണേ. ആദിത്യ ഓപ്ഷൻ 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബിഷറും 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കി നോക്കാം. റിൻഷ ഓപ്ഷൻ 2 ആണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് അല്ലെ, എല്ലാ ട്രക്സും പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആണ്. എന്നിട്ട് ഇത് പറഞ്ഞത് ഇത് ട്രൂ ആണെന്ന് പറഞ്ഞത് ഈസ് ഗിവൺ ആസ് ട്രൂ, ഇത് ട്രൂ ആണ്. അപ്പൊ നമ്മള് ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്താണ്, ഇത് ട്രൂ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്? 2 സ്റ്റേറ്റ്മെന്റ് അല്ലെ, 2 ഓപ്ഷനിൽ അല്ലാതെ 2 ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഏതോ 2 സ്റ്റേറ്റ്മെന്റ് ഇത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും, ഫാൾസ് ആയിട്ട് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകൾ 2 ഉണ്ട്. ഏതൊക്കെയെന്നുള്ളതാണ് കിട്ടേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലേക്ക് പോവാം. സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിൽ നമ്മൾ ഒരു റിലേഷൻ പറഞ്ഞിരുന്നു, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും. ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? കോൺട്രാഡിക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. കോൺട്രാഡിക്ടറിൽ ഒരു നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ നേരെ കോൺട്രാഡിക്ടർ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നമ്മൾ ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്നുള്ളതിന്റെ കോൺട്രാഡിക്ടർ എന്താണ്? ആദ്യം ഇതിന്റെ കാറ്റഗറി എന്താണ്? എ ആണ് അല്ലെ. എന്റെ കോൺട്രാഡിക്ടറി ഓ ആണ്. ഓ എന്ന് പറഞ്ഞാല് സം നോട്ട് ആണ്. സം നോട്ട്. ഇതില് സം നോട്ട് എവിടെ? സം ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് അല്ല. ആദ്യം നമുക്ക് ഇതിന്റെ ഒക്കെ കാറ്റഗറി ആയത് അല്ലെ. സം ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ഐ ആണ്. സം പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് ആർ ട്രക്സ്, അതും ഐ ആണ്. സം ട്രക്സ് ആർ നോട്ട് പൊല്യൂട്ടിംഗ് ഓ ആണ്. നോട്ട് ട്രക്സ് ആർ ഇത് ഇ ആണ്. അപ്പൊ ഇതിൽ ഓ നമുക്ക് കിട്ടിയില്ലേ? സം ട്രക്സ് ആർ നോട്ട് പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ്. അപ്പൊ ഇത് സം നോട്ട്, ഇത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഫാൾസ് എന്ന് പറയാൻ കാരണം എന്താ? അതിവിടെ കൊടുത്ത ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്ന് കൊടുത്തിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാഡിക്ടറി ആണ്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അതിന്റെ കോൺട്രാഡിക്ടറി എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അപ്പൊ അതിന്റെ കോൺട്രാഡിക്ടറി എന്റെ കോൺട്രാഡിക്ടറി സം നോട്ട് ആണ്. ബട്ട് സം നോട്ട് സം ട്രക്സ് ആർ നോട്ട് പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഓ ആണ്. അപ്പൊ സി എന്തായാലും എന്താണ് നമ്മളിവിടെ ഉത്തരത്തിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ സി ഉത്തരത്തിലുണ്ട്. സി. ഇനി നമുക്ക് അത് മാത്രം പോരാ, കാരണം 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയുള്ള നോക്കേണ്ടത് ആള്. ഈ ഓളും പിന്നെ വേറെ ഓളും അല്ലെങ്കിൽ സമ്മും സം നോട്ട് അതുപോലെ തന്നെ നോ, ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഒന്ന് കോൺട്രാക്ടറി പറഞ്ഞില്ലേ, വേറെ റിലേഷൻ പറഞ്ഞു നമ്മള് സബ് കോൺട്രറി പറഞ്ഞിരുന്നില്ല. സബ് കോൺട്രറിയിൽ ആള് ഉണ്ടോ? വരുന്നില്ല. കാരണം സബ് കോൺട്രറി എന്നുള്ളത് ഐയും ഓയും തമ്മിലാണ്, സമ്മും സം നോട്ടും തമ്മിലാണ്. അതിൽ ആള് അതിൽ ആള് ചിത്രത്തിലേ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല? സം നോട്ടിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, സബ് കോൺട്രറിയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് കോൺട്രറി. നമ്മൾ കോൺട്രറി പറഞ്ഞിരുന്നല്ലോ. കോൺട്രറിയുടെ റിലേഷൻ പറഞ്ഞെന്താണ്? 2 കൂടി ട്രൂ ആവില്ല. പറഞ്ഞ ഓർമ്മ? അത് ഒന്നാമത്തെ എയും ട്രൂ ആണ്, അതിന്റെ ഇയും അതിന്റെ നോ എന്നുള്ളതും ട്രൂ ആണ്. ഓളും ട്രൂ ആണ്, നോയും ട്രൂ ആണ്. 2 കൂടി ട്രൂ ആണെന്ന് പറയാൻ പറ്റൂല. ഇത് പറഞ്ഞ ഓർമ്മ? കോൺട്രറിക്ക് പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ 2 കൂടി ട്രൂ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആയിരിക്കും. ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആവണ്ടേ? അപ്പൊ 2 കൂടി ട്രൂ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ട്രൂ ആണെങ്കിൽ, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇവിടെ ഓൾ എന്നുള്ള ആൾ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ് എന്ന് പറയുന്ന എ ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോൺട്രാഡിക്ടറി അല്ല, ഇതിന്റെ കോൺട്രറിയും എന്തായിരിക്കും? ഫാൾസ്. ഇതിന്റെ കോൺട്രറി എന്താണ്? നോ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. ഇവിടെ നോ, ഇവിടെ ഇ ല്ലേ, കണ്ട? നോ ട്രക്സ് ആർ പൊല്യൂട്ടിംഗ് വെഹിക്കിൾസ്, ഇതും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അപ്പോ ഓപ്ഷൻ സിയും ഡിയും, സിയും ഡിയും ഇവിടെ ഒന്നാമത്തെ സിയും ഡിയും ഓൺലി.
കുറെ ആളുകൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കേട്ടോ. ഗുഡ് ഗുഡ്. പെട്ടെന്ന് അടുത്തിലേക്ക് മൂവ് ചെയ്യാം. മനസ്സിലാവാത്ത കണ്ടേ അപ്പൊ ചോദിക്കണേ. പരമാവധി എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കട്ടോ. ഇതിൽ നമ്മൾ 3 പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു നമ്മളിപ്പോ ഇതില് അപ്പീൽ ടു ഇഗ്നോറൻസ് പഠിച്ചിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ 3 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. 3 പഠിച്ചിട്ട് 3 മനസ്സിലായാല് നാലാമത്തത് ആ 3 പെട്ടാൽ നമുക്ക് നേരെ ഉത്തരം പറയാം. ആ 3 നമുക്ക് അറിയാം. ആ 3 ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇല്ല എന്ന് പറയണ നമുക്ക് 4മത്തെ ഉറപ്പാക്കാം. നമുക്ക് മനസ്സിലായോ? അപ്പൊ ഫാലസി നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. എല്ലാം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറിലി ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിക്കാൻ വിട്ടാലും പ്രയാസം ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആൻസർ കിട്ടിയോ? പെട്ടെന്ന് ചെയ്യണേ. ഈ ഹേസ്റ്റ് ജനറലൈസേഷൻ എല്ലാത്തിനും കൊടുക്കാന്നൊരു ഡൗട്ട്സ് ഉണ്ടാ? അതായത് നമുക്കിപ്പോ ഒരു ഉദാഹരണം കാണുമ്പോൾ ആ ഫാലസി ഹയസ്റ്റ് ജനറലൈസേഷൻ ഉണ്ടായേക്കാം. പക്ഷെ അതിനേക്കാൾ പ്രൈമറിലി ബേസിക്കലി അതിനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് അതിന്റെ ഒരു ഫാലസി ഉണ്ടായിരിക്കും. അതന്നെ നമ്മൾ പറയണം. അതാണ് UGC ചോദിക്കുന്നുണ്ടാവുക. എല്ലാത്തിനും നമുക്കിപ്പോ ഹേസ്റ്റ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ആർഗ്യുമെന്റ് കിട്ടുന്നു, നമുക്കൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ് സമയത്ത് നമ്മൾ അതിൽ നിന്നും ആ ഒരു എക്സാമ്പിളിൽ നിന്നും ആ ഒരു കാര്യത്തിൽ നിന്നും ഒരു എവിഡൻസും ഇല്ലാതെ നമ്മളൊരു ജനറലായ ഒരു കാര്യത്തിലേക്ക്, നിഗമനത്തിലേക്ക്, ഒരു അസംഷനിലേക്ക് നമ്മൾ എത്തുക. നേരെ നമ്മൾ അസ്യൂം ചെയ്യുക. ഒരു ജനറൽ ആയ ഒരു കാര്യം നമ്മൾ അസ്യൂം ചെയ്യുക. തെളിവില്ല. അതാണ് ഹേസ്റ്റി എന്ന് പറയാൻ കാരണം. പെട്ടെന്ന് ചെയ്യാന്നുള്ളതിന് നമ്മൾ തെളിവില്ലാതെ പ്രത്യേക ഡാറ്റകളൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജനറൽ ആയ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുക, ഒരു അസംഷനിലേക്ക്, ജനറൽ അസംഷനിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ ഇതൊക്കെ നമുക്ക് അതാണെന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ പ്രൈമറിലി ഇത് വേറെ ഒരു ഫാലസി ആയിരിക്കും. അതാണെങ്കിൽ അത് തന്നെ ചെയ്യണം. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹേസ്റ്റ് ജനറലൈസേഷൻ ചെയ്താ. അപ്പൊ ഇതിൽ ഒന്നുണ്ട് നിങ്ങൾ അറിയാത്തതാണ്. അപ്പൊ നമുക്കിതിൽ അപ്പീൽ ടു ഇഗ്നോറൻസ് മനസ്സിലായി പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഉത്തരം കിട്ടും. ഇതിൽ നമ്മൾ ആൻസർ അപ്പീൽ ടു ഇഗ്നോറൻസ് ആണ്. ഇതിൽ ഒന്നാമത് പറഞ്ഞില്ലേ, ഫാലസി ഓഫ് ആക്സിഡന്റ് പറഞ്ഞു. എക്സെപ്ഷണൽ കേസ് പറഞ്ഞല്ലോ. ആ ബേർഡ്സ് ക്യാൻ ഫ്ലൈ, സോ പെൻഗിൻ ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നത് ഒരു ഫാലസി ആണെന്ന് പറഞ്ഞ പോലെ. സ്ലിപ്പർ സ്ലോപ്പ് പറഞ്ഞു, ഹേസ്റ്റ് ജനറലൈസേഷൻ പറഞ്ഞു. ഇനി അപ്പീൽ ടു ഇഗ്നോറൻസ് പറഞ്ഞാല് ഒരു കാര്യം പ്രൂവ്ഡ് അല്ല, തെളിയിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ആരും കണ്ടില്ല, അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ ഞാൻ ഒരു രാജ്യത്ത് പോയി, അല്ലെങ്കിൽ ഞാൻ ഒരു നാട്ടിലേക്ക് പോയി. ആ നാട്ടിൽ പോയപ്പോ ഞാനിപ്പോ ഒരു അങ്ങാടിക്ക് പോയി. ആ അങ്ങാടി പോയപ്പോ ഞാൻ അവിടെ ഒരു സ്ത്രീയും കണ്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ അങ്ങാടിയിൽ ഒരു സ്ത്രീയും ഇല്ല എന്ന് പറയാം. ഞാൻ കാണാത്ത പ്രശ്നമാണ്, എന്റെ അറിവില്ലായ്മ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഇല്ലാന്ന്. അപ്പൊ നമ്മുടെ അജ്ഞത കാരണത്താൽ നമ്മൾ സാറിന് പറയും ദൈവം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ദൈവം ഇല്ല എന്ന് പറഞ്ഞത് ആരും ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടില്ല എന്നുള്ളത് അതൊരു എന്തിന് തെളിവല്ല, അതില്ല എന്നുള്ളതിന് തെളിവല്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ അജ്ഞത, നമുക്കത് അറിയില്ല, അല്ലെ നമ്മളത് കണ്ടിട്ടില്ല എന്നുള്ളത് അങ്ങനെ സംഭവേ ഇല്ല എന്നുള്ളതിനുള്ള തെളിവല്ല. അപ്പൊ മനസ്സിലായോ? ഇതാണ് അപ്പീൽ ടു ഇഗ്നോറൻസ്. ഇനി ഈ ഉദാഹരണം നോക്കി നിങ്ങള്. ഈ ഉദാഹരണം എന്താണ്? No one has ever been able to prove that glaciers in the Arctic region are melting because of global warming എന്നുള്ള കാര്യം. ഇതൊരു ഫാക്ട്, സയന്റിഫിക് ഫാക്ട് എന്ന് വിചാരിക്കുക. ഇത് ആർക്കും ഇന്നവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് കാരണത്താലാണ് മെൽറ്റിംഗ് എന്നുള്ളത് ആരും ഇന്നവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അത് കാരണത്താൽ, ആരും പ്രൂവ്ഡ് അല്ലാത്ത കാരണത്തിൽ, ഇന്നവരെ ആരും കാണാത്തതും ആരും പ്രൂവ് ചെയ്യാൻ കഴിയാത്തത് കാരണത്താൽ അത് സ്വയം മെൽറ്റിംഗ് ആവുകയാണ്. അപ്പൊ ഫാലസി കണ്ടില്ലേ? ആ ഫാലസിക്ക് പറഞ്ഞ പേരാണ് അപ്പീൽ ടു ഇഗ്നോറൻസ്. ആരും തെളിയിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല,
എന്നുള്ളതിന് നമ്മൾ എന്താ തെളിവെടുക്കുക? അങ്ങനെ സംഭവമേ ഇല്ല എന്നുള്ളതിന് തെളിവായി എടുക്കുക. മനസ്സിലായോ? ഇതിനാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയാം. അപ്പൊ ഈ ഉദാഹരണം കണ്ടല്ലോ, അപ്പീൽ ടു ഇഗ്നോറൻസ് എന്താണെന്ന് അറിയുന്ന ആളെ സംബന്ധിച്ചോളം ഇത് നേരെ പ്രൈമറിലി ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈ ഫാലസി എന്നുള്ളത് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഫാലസിയാണ്. ഏത് ഹേസ്റ്റ് ജനറലിസത്തിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതൊന്ന് ചെയ്യണേ. 14ാമത്തെ നോ വൺ ദെയർഫോർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള എല്ലാം ഇഗ്നോറൻസ് എന്ന് കൺക്ലൂഡ് ആക്കിക്കൂടെ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇന്നേ വരെ ഒരാളെങ്കിലും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതങ്ങനെയാണ് എന്നുള്ളത് ഒരു അപ്പീൽ ടു ഇഗ്നോറൻസ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലോജിക്കലി ഇക്വാലന്റ്, ഇങ്ങനെയും ലോജിക്കലി ഇക്വാലന്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ലോജിക്കലി ഇക്വാലന്റ് അത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. ഇതും പോരട്ടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നത്. ഇതേപോലെ ഒന്ന് ഏതായാലും പറയാം. നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നാളൊന്ന് പറഞ്ഞിരുന്നു, ഒരു പൊസിഷനിൽ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട്, ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ഒന്നുകിൽ കോൺട്രാപോസിറ്റീവ് ആയിരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതിന്റെ നേരെ കോൺട്രാപോസിറ്റീവ് എന്തായിരിക്കും, അത് ഈ അർത്ഥം കിട്ടുക. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾ റെക്ടാങ്കിൾസ് ആർ പോളിഗൺസ്. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്താണ്? ഇതിന്റെ നേരെ പോളിഗൺസ് എന്നുള്ളതിനെ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരും. അപ്പൊ ആൾ നൺ പോളിഗൺസ് ആർ നൺ റെക്ടാങ്കിൾസ്. ആൾ നൺ പോളിഗൺസ് ആർ നൺ റെക്ടാങ്കിൾസ്. ഇതാണ് ഇതിന്റെ കോൺട്രാപോസിറ്റീവ്. ഇതും ഇതേ അർത്ഥമായിരിക്കും. ആൾ റെക്ടാങ്കിൾസ് ആർ പോളിഗൺസ് എന്നുള്ളതിന് എന്താണോ അർത്ഥം, ഇതേ അർത്ഥമാണ് ഇതിന്റെ കോൺട്രാപോസിറ്റീവ് ആയ ആൾ നൺ പോളിഗൺസ് ആർ നൺ റെക്ടാങ്കിൾസ് എന്നുള്ളതിന്റെ കിട്ടുക. എന്താ നമ്മൾ കാട്ടിയത്? പോളിഗൺസ് എന്നുള്ളതിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നു, അതിനൊരു നണ്ണ് കൊടുക്കുകയും ചെയ്തു. അതുപോലെ റെക്ടാങ്കിൾ തന്നെ നമ്മൾ രണ്ടാമത് കൊടുന്നു, അതിന് നണ്ണ് കൊടുക്കും. മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് ഇവിടെ ഓപ്ഷനിൽ ഉണ്ടാ? കോൺട്രാപോസിറ്റീവ് ഓപ്ഷൻ ഉണ്ടോ? ആൾ നൺ പോളിഗൺസ് ആർ നൺ റെക്ടാങ്കിൾസ് ഇല്ലല്ലോ. ഉള്ളതാണ് ആൾ നൺ പോളിഗൺസ് ആർ റെക്ടാങ്കിൾസ്. അത് പോരാ. അപ്പൊ കോൺട്രാപോസിറ്റീവ് ഇല്ല. ഇനി അടുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നോക്കേണ്ട ഒരു കാര്യമാണ് ഒബ്വേർഷൻ. ഒബ്വേർഷൻ കോൺട്രാപോസിറ്റീവ് പോലെ വേറെ ഒരു കാര്യമാണ് ഒബ്വേർഷൻ. നമ്മൾ ഈ കാര്യം പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിന്റെ അർത്ഥമൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കോൺട്രാപോസിറ്റീവ് ഉണ്ടോ നോക്കുക, ഇതിന്റെ ഒബ്വേർഷൻ എടുത്ത് നോക്കുക. അപ്പൊ അതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉദാഹരണത്തിൽ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസിൽ ഒബ്വേർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഈക്വലന്റ് എന്ന് പറയാൻ പറ്റും. ഒബ്വേർഷൻ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ആൾ റെക്ടാങ്കിൾസ് ആർ പോളിഗൺസ് എന്ന് പറയാം. അല്ല, ഇതിന്റെ വേറെ ഒബ്വേർഷൻ സാധാരണ പറയുന്ന ഉദാഹരണം എന്നുള്ളത് നമ്മൾ ആൾ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം. ആൾ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ്. ഇത് നമ്മൾ എന്ത് കാട്ടിയാൽ മതി അറിയാം? ആൾ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്താം. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
അതാണ് ക്വാളിറ്റി എന്നുള്ളത്. അല്ലെങ്കിൽ സം നോട്ട്, ആ നോട്ട് അല്ലെങ്കിൽ നോ എന്നൊക്കെ അതാണ് ക്വാളിറ്റി. അല്ല, ആണ്, അതാണ് ക്വാളിറ്റി എന്നുള്ളത്. ക്വാണ്ടിറ്റി ആണ് എന്ത്? എല്ലാതും, ആള്, ഒന്നുമില്ല, അങ്ങനെയുള്ള യൂണിവേഴ്സൽ, അതാണ് ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പൊ ഒബ്വേഷനിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ ചേഞ്ച് ചെയ്യാം. ക്വാളിറ്റിയിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ഇൻ ക്വാളിറ്റി. ഇവിടെ ക്വാളിറ്റി എന്താണ്? ആൾ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ് എന്നാണെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്താൽ ആളിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? നോ എന്നുള്ളതല്ലേ? നോ. ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതേ അർത്ഥം കിട്ടുമാണ്. ഇതേ അർത്ഥം കിട്ടണമെങ്കിൽ ആൾ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ് എന്നുള്ളതിന്റെ അതേ അർത്ഥം കിട്ടി നേരെ വിപരീതം പറയുക. നോ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ്. അത് കോൺട്രറി ആണ്. അത് തമ്മിൽ എന്തുണ്ടാവില്ല? വൈരുദ്ധ്യം ഉണ്ടാവുള്ളൂ, ഒരേ അർത്ഥം ഉണ്ടാവില്ല. ഉറപ്പല്ലേ? നമ്മൾ ക്വാളിറ്റിയിൽ ചേഞ്ച് ചെയ്യും വേണം, എന്നാൽ അർത്ഥത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോ ടൈഗേഴ്സ് ആർ എന്ന് എടുത്തിട്ട് ഈ ഇൻസെക്ട്സ് എന്നുള്ളതിന് എന്താക്കുക? നൺ ഇൻസെക്ട്സ് എന്നാക്കുക. നൺ ഇൻസെക്ട്സ് എന്നാക്കുക. മനസ്സിലായോ? ആൾ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ് എന്നുള്ളതിന്റെ ഒബ്വേർഷൻ എന്താ വെച്ചാല് നമ്മൾ അതിന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക, അർത്ഥം മാറാൻ പാടില്ല. അർത്ഥം മാറാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? നോ ടൈഗേഴ്സ് ആർ വെറും ഇൻസെക്ട്സ് എന്നുള്ളതിന് നമ്മള് നൺ ഇൻസെക്ട്സ് എന്നാക്കി. നമ്മള് നൺ ഇൻസെക്ട്സ് എന്നാക്കി. ഇതാണ് ഒബ്വേർഷൻ. ഇതാണ് ഒബ്വേർഷൻ. ഇനി നമ്മൾ ഇവിടെ കൊടുത്ത ഉദാഹരണത്തിൽ ആൾ റെക്ടാങ്കിൾസ് ആർ പോളിഗൺസ് ഇതാണല്ലോ ഉള്ളത്. ഇതിന്റെ നേരെ ഒബ്വേർഷൻ ഞാൻ ഈ പറഞ്ഞമാര് എടുത്തു നോക്കി നിങ്ങള്. ആൾ റെക്ടാങ്കിൾസ് ആർ പോളിഗൺസ് ഉള്ളതിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ആൾ എന്നുള്ള നേരെ നോ ആക്കണം. നോ റെക്ടാങ്കിൾസ് ആർ വെറും പോളിഗൺസ് ആണോ? അല്ല, നൺ പോളിഗൺസ്. ഇതിന്റെ അർത്ഥം ആലോചിച്ച് നിങ്ങൾ തല പുണ്ണാക്കാൻ നിൽക്കരുത്. അപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇത് ഈക്വാലന്റ് ആയിരിക്കും, അതിന്റെ ഒബ്വേർഷനും ഈക്വാലന്റ് ആയിരിക്കും. ഇതുണ്ടോക്കെ നോ റെക്ടാങ്കിൾസ് ആർ നൺ പോളിഗൺസ്. കണ്ടോ? ഓപ്ഷൻ ബി കണ്ടില്ലേ? നോ റെക്ടാങ്കിൾസ് ആർ നൺ പോളിഗൺസ്. അപ്പൊ ഇതിന്റെ ആൾ റെക്ടാങ്കിൾസ് ആർ പോളിഗൺസ് എന്നുള്ളതിന്റെ ഈക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കണം പറയുമ്പോ അതിന്റെ ഒന്നേ കോൺട്രാപോസിറ്റീവ് ഉണ്ടോ നോക്കുക, അതില്ലെങ്കിൽ ഒബ്വേർഷൻ ഉണ്ടോ. ഇനിയുണ്ട്, നമ്മൾ വരുന്ന പറയാം. ഒബ്വേർഷൻ ഉണ്ടോ നോക്കുക. അപ്പൊ ഒബ്വേർഷൻ ഇവിടെ ഉണ്ട്. നോ റെക്ടാങ്കിൾസ് ആർ നൺ പോളിഗൺസ് ഉള്ളതാണ്. അപ്പൊ അതവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് പറയുന്നു. ഞാൻ അടുത്തതിലേക്ക് നമ്മൾ സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് പോവാം. ഇനി ഫാലസിൻ ആട്ടോ, ഫാലസിൻ ആണ്. പാലസികളൊക്കെ തെറ്റിക്കലിട്ടോ. കാരണം നമ്മൾ ഇതൊക്കെ പഠിച്ച പാലസ് ഒന്ന് മാത്രം ഇതിൽ പഠിക്കാത്തുണ്ടാവുള്ളൂ. സ്ലിപ്പറി സ്ലോപ്പ് നമ്മൾ പറഞ്ഞതാണ്, റെഡ് ഹെറിങ് പറഞ്ഞതാണ്, ഹേസ്റ്റി ജനറലൈസേഷൻ പറഞ്ഞതാണ്, ബെഗിങ് ദ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവൂലെ. ബാക്കി മൂന്നും പറഞ്ഞതാണ്. നിങ്ങളിതിപ്പോ ഒരു നെറ്റ് എക്സാം ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ മൂന്നും ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞ മൂന്നിൽ ഏതില്ല, നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫാലസി മൂന്നിൽ പെടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാത്തതായ നാലാമത്തെ ഒന്നായിരിക്കും ഉത്തരം. അങ്ങനെയാണെങ്കിൽ കേട്ടോ, അങ്ങനെയാണെങ്കിൽ ആ നാലാമത്തതായിരിക്കും ഉത്തരം. എട്ട് 33. റിൻഷ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്, റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെയും ഓപ്ഷൻ ബി എ പറഞ്ഞിട്ടുള്ളത് അല്ലെ.
അപ്പൊ ഇതില് റെഡ് ഹെറിംഗ് എന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ല എനിക്ക്. ഏതായാലും റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യം പറയാം. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന അർത്ഥം. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ ഒരു കാര്യം ചോദിക്കും, ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ കാര്യം പറയാം. അപ്പൊ അതാണ് റെഡ് ഹെറിംഗ് എന്നുള്ളത്. ഒരു ബന്ധമില്ലാത്ത വേറെ കാര്യം പറയും. അപ്പൊ നേരെ വഴി ഡിസ്ട്രാക്ട് ചെയ്ത് ആർഗ്യുമെന്റിനെ വഴി തിരിച്ചു വിടുക എന്നർത്ഥം റെഡ് ഹെറിംഗ് എന്നുള്ളത്. അപ്പൊ സ്ലിപ്പറി സ്ലോപ്പ് പറഞ്ഞിട്ടുണ്ട്, റെഡ് ഹെറിംഗ് പറഞ്ഞു, ഹെയർസ് ജനറലൈസേഷൻ, ഇതൊക്കെ മുമ്പ് പറഞ്ഞാണ്. ഈ മൂന്ന് ഫാലസികളും ഏത് പെടുന്നില്ല, നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പെടുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റ് പെടുന്നത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഫാലസിയാണ്. എന്താണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു സർക്കുലർ റീസൺ ആണത്. ആ ഫാലസി സർക്കുലർ റീസൺ ആണ്. ഇപ്പൊ നോക്കിങ്ങള് ഇവിടെ ഫസ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി എന്നുള്ളത് ഒരു ഇക്കോണമിക് പ്രോഗ്രസിന് വളരെ അനിവാര്യമായ കാര്യമാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്, ഇൻഡിസ്പെൻസിബിൾ ആണ്. എന്നിട്ട് കാരണം ബിക്കോസ് ഇക്കോണമിക് എന്റെ കാരണം പറഞ്ഞു നോക്ക്, ഇക്കോണമിക് പ്രോഗ്രസ് എന്നുള്ളത് പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി കൊണ്ട് ഉണ്ടാവുക. അപ്പൊ പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി ഉണ്ടാവാൻ എന്താണ് ഇക്കോണമിക് പ്രോഗ്രസ് ആണ്. ഇപ്പൊ ഇക്കോണമിക് പ്രോഗ്രസ് ഉണ്ടാവാൻ എന്താണ് പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി ആണ്. അപ്പൊ ഇതൊരു സർക്കുലർ, ഇതിലിപ്പോ എന്താ കൺക്ലൂഷൻ എന്താണ്? ഇപ്പൊ കൺക്ലൂഷനും പ്രമിസും ഒന്ന് തന്നെയാണ്. അതായത് പ്രമിസ് എന്താണ്? പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി ഈസ് ഇൻഡിസ്പെൻസിബിൾ ടു എക്കോണമിക് പ്രോഗ്രസ്. ഇതാണ് ഇത് കൺക്ലൂഷൻ എന്നുള്ളത്. ബിക്കോസ് ഇക്കോണമിക് പ്രോഗ്രസ് ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ബൈ മീൻസ് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി. ഇതാണല്ലോ പ്രമിസ്. അത് കാരണത്താൽ ഇന്നതാണ്. അപ്പൊ ആ ബിക്കോസ് എന്നുള്ള കാരണത്താൽ പറഞ്ഞ എക്കോണമിക് പ്രോഗ്രസ് എന്നുള്ളത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ട് മാത്രമേ നേടിയെടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന പ്രമിസ്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്തെന്നെയാണ്? അത് തന്നെയാണ് കിട്ടുന്ന കൺക്ലൂഷന്. എന്താണ്? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് ഇക്കോണമിക് പ്രോഗ്രസിന് ഇൻഡിസ്പെൻസിബിൾ ആണെന്നുള്ളത്. അപ്പൊ ഇത് റീസണൽ ഒരു സർക്കുലർ റീസൺ ആണ്. അതിൽ പ്രമിസും കൺക്ലൂഷൻ എന്തെന്നെ ഒന്ന് തന്നെ. നമ്മൾ ആർഗ്യുമെന്റ് എടുക്കുമ്പോൾ അതിന്റെ കൺക്ലൂഷൻ എന്താണ്, പ്രമിസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണം കേട്ടോ. ഇവിടെ ബിക്കോസ് കൊണ്ടാണ് സിമ്പിളായി ഈ സ്റ്റേറ്റ്മെന്റിൽ മനസ്സിലാക്കാം. അത് ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി ഈസ് ഇൻഡിസ്പെൻസിബിൾ ടു ഇക്കോണമിക് പ്രോഗ്രസ് എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയത് ഈ ഒരു പ്രമിസിൽ നിന്നാണ്. ഈ പ്രമിസ് ഈ കൺക്ലൂഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? രണ്ടും ഒന്ന് തന്നെ. അത് തിരിച്ചു മറിച്ചിട്ട് പറയാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് ഫാലസിക്കാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മള് അരിസ്റ്റോട്ടലിയൻ സിലോജിസം പ്രകാരം അല്ലെങ്കിൽ ന്യായ സിലോജിസം പ്രകാരമൊക്കെ, ഇന്ത്യൻ സിലോജിസം പ്രകാരം നമ്മളൊരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാല് പ്രമിസുകളിൽ നിന്ന് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാല് പ്രമിസുകൾ ഇല്ലാത്ത മൂന്നാമതൊരു കാര്യമായിരിക്കണം വേണ്ടേ? അപ്പോഴാണ് ഇതിനെ കൺക്ലൂഷൻ എന്ന് പറയുള്ളൂ. നമ്മൾ രണ്ട് കാര്യം പറഞ്ഞിട്ട് അതന്നെ പറയാനാണെങ്കിൽ പിന്നെ കൺക്ലൂഷൻ എന്ന് പറയില്ല. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാല് കൺക്ലൂഷന്റെ ഡെഫിനേഷനെ അതാണ്. ഇതല്ലാത്ത നമുക്ക് അറിയാത്ത ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും അറിയാത്ത മൂന്നാമത്തെ ഒരു കാര്യം ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുക. അതിനാണ് എന്ത് പറയാ? കൺക്ലൂഷൻ എന്ന് പറയാം. ആ കാര്യം ഇവിടെ നടക്കൂല. അതിനാണ് എന്ത് പറയാ? നമ്മളെ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി വരുമ്പോ അത് ഒരിക്കലും മാറരുത്. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ. ഇനി 16 നമുക്ക് പെട്ടെന്ന് നിർത്താം. ആർക്കെങ്കിലും വല്ലാതെ അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. ഈ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടാവൂലേ? നമ്മൾ ഫാലസികൾ പറഞ്ഞ സമയത്ത് ഇന്ത്യൻ ലോജിക്കിനും ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്, ന്യായ ഫിലോസഫിക്കും ന്യായ ലോജിക്കിനും അതിൻ്റെതായ കുറെ ഫാലസികൾ ഉണ്ട്. ഇന്ത്യൻ ലോജിക്കിൽ കുറച്ച് ഫാലസികൾ, ഇന്ത്യൻ ലോജിക്കിൽ വേറെ ഫാലസികളാണ്. അപ്പൊ അതും നമ്മളെ സിലബസിന്റെ ഭാഗമാണ് കേട്ടോ. ഇന്ത്യൻ ലോജിക്കിലെ ഒരു ഭാഗം എന്നുള്ളത് ഇന്ത്യൻ ലോജിക്കിൽ വരുന്ന ഫാലസികളും അതിൽപ്പെട്ട രണ്ട് ഉദാഹരണമാണിത്. ഇതാണ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ള ഫാലസികളും ഈ ഒരു ഭാഗത്തിൽപ്പെട്ട തന്നെയാണ്. ആൻസർ കിട്ടിയവർ പറഞ്ഞേ. അതായത് ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു ഇന്ത്യൻ ലോജിക് ആയോണ്ടേ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഒന്നാമത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഓപ്ഷൻസ് തന്നെ വരിക. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്, രണ്ടാമത്തത് കറക്റ്റ്. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് അല്ലെ.
അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ എന്താണ്? ന്യായ ആർഗ്യുമെന്റ്, ന്യായ സ്കൂൾ പ്രകാരം അല്ലെങ്കിൽ ന്യായ സിലോജിസം പ്രകാരം പറയുന്ന ആർഗ്യുമെന്റ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളത് ഫലാഷ്യസ്, ഫാലസി നിറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റ് എന്താ അവിടെ? സൗണ്ട് ഈസ് എറ്റേണൽ. സൗണ്ട് ഈസ് എറ്റേണൽ എന്ന് പറഞ്ഞത് ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ, അത് ഓഡിബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പൊ കൺക്ലൂഷൻ ഈസ് സൗണ്ട് ഈസ് എറ്റേണൽ എന്നുള്ളതാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ, കാരണം അത് ഓഡിബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഇവിടുത്തെ പ്രമിസ് എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ, അത് ഓഡിബിൾ ആണെന്ന കാരണത്താലാണ് കൺക്ലൂഷൻ എന്താണ്? സൗണ്ട് ഈസ് എറ്റേണൽ എന്നുള്ള കൺക്ലൂഷൻ എത്തുന്നത്. അപ്പൊ ഇത് ഫലാഷ്യസ് ആണെന്നാണ് പറയുന്നത്. ഇത് ഫലാഷ്യസ് ആണ്. ഫലാഷ്യസ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഹേതു എന്ന് പറയും, ഇതിന്റെ കാരണം, ഇതിന് കൊടുത്ത പ്രമിസ് ഉണ്ടല്ലോ, ഇതിന്റെ കാരണമായിട്ട് സൗണ്ട് എറ്റേണൽ ആവാനുള്ള റീസൺ എന്താ കൊടുത്തത്? അത് ഓഡിബിൾ ആണ് കൊടുത്തത്. ഓഡിബിൾ എന്നുള്ളത് ആ റീസണ് ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നതിന്, ഇതിന് പറയാം ഓഡിബിൾ എന്നുള്ള മിഡിൽ ടേം എന്ന് പറയാം. അതായത് ഇവിടുത്തെ ഹേതു, ഇവിടുത്തെ കാരണം, ഈ മിഡിൽ ടേം ഇറഗുലർ ആണ്. അപ്പൊ ഇത് ഇറഗുലർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഫാലസികൾ ഉണ്ട്. അപ്പൊ ആ ഫാലസികൾ ഇന്ത്യൻ ലോജിക്കില് ഈ മിഡിൽ ടേം ഇറഗുലർ ആകുമ്പോൾ സംഭവിക്കുന്ന ഫാലസികൾ പെട്ട ഫാലസിയാണ് ഒന്ന് സാധാരണ എന്നുള്ളതും സാധാരണ, അസാധാരണ. ഫാലസികളുടെ പേരാട്ടോ സാധാരണ, അസാധാരണ. സാധാരണ എന്ന് പറയുന്ന ഫാലസി നമ്മൾ പറയാറ്, സാധാരണ എന്ന് പറയുന്ന ഫാലസി നമ്മൾ പറയാറ് എപ്പോഴാ വെച്ചാല് ഇതിന്റെ ഈ പറയുന്ന മിഡിൽ ടേം വളരെ ടു വൈഡ് ആവുന്ന സമയത്ത്, നമ്മൾ അതിന്റെ സാധാരണ എന്ന് പറയും. ഉദാഹരണം നമ്മൾ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഇവിടെ ബിക്കോസ് ഓഡിബിൾ എന്ന് പറഞ്ഞത് ടു നാരോ ആണ്, ടു നാരോ. അപ്പൊ ഇവിടെ കൊടുത്ത കാരണം ഉണ്ടല്ലോ, നമ്മളൊരു കൺക്ലൂഷൻ പറഞ്ഞ ആ കൺക്ലൂഷൻ, ഇപ്പൊ സൗണ്ട് എറ്റേണൽ ആവാന്ന് പറയുന്ന കൺക്ലൂഷൻ നമുക്ക് എടുക്കാനുള്ള ഹേതു അതിന്റെ കാരണമായിട്ട് കൊടുത്തുള്ളത് ബിക്കോസ് ഇറ്റ് ഇസ് ഓഡിബിൾ എന്നുള്ളതാണ്. ആ കൊടുത്ത കാരണം വളരെ നാരോ എന്ന് പറഞ്ഞാല് അത് വെറും സൗണ്ടിനെ പറ്റി മാത്രം എന്ത് പറയാൻ പറ്റുള്ളൂ? ഓഡിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. എറ്റേണൽ ആയ കാര്യം സൗണ്ട് മാത്രമേ ഉള്ളൂ, കുറെ കാര്യങ്ങൾ എറ്റേണൽ ആയ കാര്യം ഉണ്ടല്ലോ. അപ്പൊ അതിലൊന്നും ഈ പറയുന്ന ഓഡിബിൾ എന്ന് പറയുന്ന ഹേതു അത് ബാധകാവൂല. ഓഡിബിൾ കേൾക്കാൻ കഴിയുന്നത് നമ്മൾ സൗണ്ടിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ, സൗണ്ടിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ടു നാരോ ആയിട്ടുള്ള ഒരു മിഡിൽ ടൈം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അത് എടുക്കാൻ പറ്റൂല, അത് നമുക്കൊരു ഹേതുവായിട്ട് കാരണമായി എടുക്കാൻ പറ്റൂല. അപ്പൊ സൗണ്ട് ഓഡിബിൾ ആയത് കാരണത്താൽ അത് എറ്റേണൽ ആവാ. നമുക്ക് കേട്ടാൽ തന്നെ അറിയാം അതെന്തല്ല ശരിയായ ഒരു ആർഗ്യുമെന്റ് അല്ല, അത് ഫാലസി ഉണ്ട് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അത് അങ്ങനെ ഫാലസി ഉണ്ടാവാൻ കാരണം എന്താണ്? അവിടെ എടുത്ത ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നെടുത്ത ആ ഹേതു, ആ മിഡിൽ ടൈം എന്നുള്ളത് എന്താണ്? സൗണ്ട് എന്ന് പറഞ്ഞതിലേക്ക് മാത്രം ബാധകമാവുന്ന, അതിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതല്ലാത്തതുമായ കുറെ എറ്റേണലായ കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചൊന്നും പറയാതെ ഈ സൗണ്ടിനെ കുറിച്ച് മാത്രമേ പറഞ്ഞു. അപ്പൊ ഇത് ടു നാരോ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഫാലസികളൊക്കെ നമ്മൾ അസാധാരണ എന്നാണ് പറയാ. എന്താണ് പറയേണ്ടത്? അസാധാരണ എന്നാണ് പറയേണ്ടത്. ഇനി അതേ സമയത്ത് നമ്മളിവിടെ പറയണേ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് നോബിൾ. ബിക്കോസ് ഇറ്റ് ഈസ് നോബിൾ. നോബിൾ എന്നല്ല, അറിയാൻ കഴിയുന്ന ഒന്നാണ്. നോബിൾ എന്ന് പറഞ്ഞത് അറിയാൻ കഴിയുന്നത്. അപ്പൊ അറിയാൻ കഴിയുന്നത് പറഞ്ഞത് അത് ലോകത്തുള്ള പല ജാതി കാര്യത്തിനെ പറ്റി പറയാൻ. എറ്റേണൽ ആവട്ടെ, എറ്റേണൽ അല്ലാത്ത ആവാതിരിക്കട്ടെ, എല്ലാത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ മനുഷ്യന് എറ്റേണൽ ആണോ? എറ്റേണൽ അല്ല. അപ്പൊ എറ്റേണൽ അല്ലാത്ത മനുഷ്യനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? നോബിൾ. മനുഷ്യനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ലേ? അറിയാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ പറ്റുക, ലോകത്തെ എല്ലാ വസ്തുക്കളെ കുറിച്ച് നമുക്ക് നോബിൾ അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അത് വളരെ വൈഡായി പോയി, ടു വൈഡായി പോയി. അതിനെ നമുക്ക് ഒരു കൺക്ലൂഷൻ എടുക്കുമ്പോൾ അതിന് കാരണമായിട്ട് എന്താ പറ്റില്ല? ടു വൈഡ് ആയ ഒരു കാരണത്തെയോ ടു നാരോ ആയ ഒരു കാരണത്തെയോ എടുക്കാൻ പറ്റില്ല. ടു വൈഡ് ആകുമ്പോൾ അതിന് സാധാരണ എന്നാണ് ആ ഫാലസിക്ക് പറയാ. ടു നാരോ ആയ ഫാലസി ഒരു ഹേതു, ഒരു റീസൺ കൊടുക്കുന്ന കാരണത്താൽ അത് ഫാലസി ആയാൽ അതിന് നമ്മൾ അസാധാരണ എന്നാണ് ആ ഫാലസിക്ക് പറയാ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തേ ഉള്ളൂ? സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നത് ഫലാഷ്യസ്, അത് ഫാലസി ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കറക്റ്റ് ആണ്, ഫാലസിയാണ്, ഫാലസി ഉണ്ട്. പക്ഷെ രണ്ടാമത് പറഞ്ഞു നോക്ക്, രണ്ടാമത് പറഞ്ഞു കൊടുത്ത് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളത് ഫാലസി ഉണ്ട്. ഇറഗുലർ മിഡിൽ ടൈം എന്ന് പറയുന്ന ഫാലസി നമ്മൾ പറഞ്ഞല്ലോ. ഈ മിഡിൽ ടൈം ഈ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്ന് പറയുന്ന കാരണം ആ ഹേതുവിനാണ് മിഡിൽ ടൈം എന്ന് പറഞ്ഞത്. അവിടെ ഒരു ഇറഗുലർ, അത് ശരിയല്ല. അങ്ങനെ ശരിയില്ലായ്മ ഉണ്ട്, അത് കാരണത്താൽ ഉണ്ടായ ഫാലസി. പക്ഷെ ശരിയില്ലായ്മ ഉണ്ടായത് ബിക്കോസ് വേർ ദ മിഡിൽ ടൈം ഈസ് ടു വൈഡ്. ഇവിടെ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളത് ടു വൈഡ് ആയത് കാരണത്താലാണ് ഇവിടെ ഫാലസി ഉണ്ടായി എന്നുള്ളത്. അത് ശരിയാണോ? അല്ല. ഇവിടെ ഫാലസിന്റെ ആയത് കാരണത്താൽ ടു വൈഡ് ആയത് കാരണത്താലല്ല, മറിച്ച് ടു നാരോ ആയത് കാരണത്താലാണ്. ടു നാരോ ആയത് കാരണത്താലാണ്.
അപ്പൊ ഇതിൽ ഇതുവരെ പറഞ്ഞതൊക്കെ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇതുവരെ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ വേർ ദ മിഡിൽ ടേം ഈസ് ടു നാരോ എന്നുള്ളടത്ത്, ടു വൈഡ് എന്നുള്ളടത്ത് മാത്രം തെറ്റിപ്പോയി. അവിടെ എന്താ വേണ്ടത്? ടു നാരോ എന്നാണ് പറയേണ്ടത്. അത് ഫാലസി ഉണ്ട്. ആ ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ ടേം തന്നെയാണ് ഫാലസി ഉള്ളത്. പക്ഷെ ആ ഫാലസി ഉണ്ടാകാൻ കാരണം എന്താണ്? അതിന്റെ മിഡിൽ ടേം എന്നുള്ളത് ഈ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളത് ടു നാരോ ആയത് കാരണത്താലാണ്. എന്ത് കാരണത്താലല്ല? ടു വൈഡ് ആയത് കാരണത്താലല്ല. അപ്പൊ അത് അസാധാരണ എന്ന് പറയുന്ന ഫാലസിയാണ്, എന്തല്ല സാധാരണ എന്ന് പറയുന്ന ഫാലസി അല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒന്നാമത്തത് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. കണ്ടോ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഈ ഓപ്ഷൻ 3 ആണ്, ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ. മനസ്സിലായിക്കണോ? ക്ലിയർ ആണോ? ഓക്കെ. സമയം 8:45 നമുക്ക് കുറച്ച് ചോദ്യം കൂടി പറയാട്ടോ. ആൻസർ കിട്ടി അപ്പൊ പറയണേ, അപ്പൊ കമന്റ് ചെയ്യണേ. പെട്ടെന്ന് പോണം നമുക്ക്. ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട് സഹില. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി ഓൺലി അല്ലേ? നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കും. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു? ചോദ്യത്തിൽ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇതിനോട് ലോജിക്കലി ഈക്വാലന്റ് ആയ ചോദ്യം അല്ല സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കാറ്. അങ്ങനെ ചോദ്യം ഉണ്ടായേക്കാം. അതേപോലെ ഇങ്ങനെ ഉണ്ടായേക്കാം. ആ ചോദ്യത്തിൽ തന്നെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ ബന്ധം എങ്ങനെയാണ്? അത് ഇലോജിക്കലി ഈക്വാലന്റ് എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ട്. ലോജിക്കലി ഈക്വാലന്റ് എന്ന് പറയുന്ന ബന്ധങ്ങളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ മൊത്തമായിട്ട് നമ്മൾ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ഇവിടെ എ, ബി ആൻഡ് ഡി. എയും ബിയും ഡിയും എന്ത് ലോജിക്കലി ഈക്വാലന്റ് ആണ്. എയും ബിയും സിയും ലോജിക്കലി ഈക്വാലന്റ് ആണ്. ബിയും സിയും ഡിയും ലോജിക്കലി ഈക്വാലന്റ് ആണ്. എയും ബിയും മാത്രമേ ലോജിക്കലി ഈക്വാലന്റ് ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ നമ്മളെന്ത് ഓപ്ഷൻസ് എന്നുള്ളത്. ഇപ്പോൾ ഓരോ സെന്റൻസ് എടുത്ത് നമുക്ക് ഫസ്റ്റ് എടുത്ത് നോക്കാം. ഒന്നാമത്തിന് എടുത്ത് നോക്കാം. നോ മെറ്റൽസ് ആർ ഗ്യാസസ്. ഇത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയി ഫസ്റ്റ് എടുക്കട്ടോ. അങ്ങനെ തന്നെ മിക്കവാറും ഉണ്ടാവുക. ഞാൻ കണ്ടതൊക്കെ അങ്ങനെ. ഒന്നാമത്തത് നമ്മൾ ഇതിൽ പെടും, എ എന്തായാലും പെടും അതിൽ. അപ്പൊ നോ മെറ്റൽസ് ആർ ഗ്യാസസ് അതെടുത്തു. ഇനി ഇതിനോട് ഇക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഇതിൽ നോക്കുക. നേരെ തൊട്ട രണ്ടാമത്തെ എന്താണ്? നോ ഗ്യാസസ് ആർ മെറ്റൽസ്. ഞാൻ പറഞ്ഞല്ലോ കൺവേർഷൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? കൺവേർഷൻ നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോ നോ മെറ്റൽസ് ആർ ഗ്യാസസ്. നോ മെറ്റൽസ് ആർ ഗ്യാസസ്. അപ്പൊ നമ്മൾ ഒരു ലോജിക്കലി ഈക്വാലന്റ് ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കണം, കോൺട്രാ പോസിറ്റീവ് ആണോ നോക്കണം, കൺവേർഷൻ നോക്കണം എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ഒബ്വേർഷൻ നോക്കാൻ പറഞ്ഞു. 3 പറഞ്ഞു നമ്മളിപ്പോ. കൺവേർഷൻ, കോൺട്രാ പോസിഷൻ, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഒബ്വേർഷൻ. ഈ ചോദ്യങ്ങളൊക്കെ എന്തായാലും ഒന്നെങ്കിലും ഉണ്ടാവട്ടെ. ലോജിക്കലി ഈക്വാലന്റ് എന്ന് പറയുന്ന ഒരു ചോദ്യമെങ്കിലും എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ആ 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം എന്തായാലും ഇത് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പൊ ഇതില് നമ്മൾ കൺവേർഷൻ ഫസ്റ്റ് എടുത്ത് നോക്കുക. നോ മെറ്റൽസ് ആർ ഗ്യാസസ്. ഇതിന് നേരെ കൺവേർഷൻ എന്താണ്? നേരെ തിരിച്ചിട്ടാൽ മതി. നോ ഗ്യാസസ് ആർ മെറ്റൽസ്. ഇതാ രണ്ടാമത്തത്. അപ്പൊ ഇതും എന്താണ്? ലോജിക്കലി ഇക്വാലന്റ് ആണ്. ഇനി മൂന്നാമത് ഇക്വാലന്റ് ആവുണ്ടോ നോക്കുക. നോ മെറ്റൽസ് ആർ നൺ ഗ്ലാസസ്. നമ്മൾ ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് എന്താണ്? കോൺട്രാ പോസിറ്റീവ്. നോ മെറ്റൽസ് ആർ ഗ്യാസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം? തിരിച്ചിടണം അല്ലെ? അപ്പൊ ഇതിനെ തിരിച്ചു നോ നൺ ഗ്യാസസ്. നേരെ തിരിച്ചിട്ട പോലെ നോ നൺ ഗ്യാസസ് ആർ നൺ മെറ്റൽസ്. ഇതിങ്ങനെ ഫുള്ള് ചെയ്ത് നോക്കണം. നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യാന്നുള്ളൂ കേട്ടാ. എല്ലാം നമുക്ക് ജസ്റ്റ് മനസ്സിലായി പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നോ നൺ ഗ്യാസസ് ആർ നൺ മെറ്റൽസ്. ഇതാണ് ഇതിന്റെ കോൺട്രാ പോസിറ്റീവ്. ഇതിലുണ്ടോ? നോ നൺ ഗ്യാസസ് ആർ നൺ മെറ്റൽസ് എന്നുള്ളത് ഇതിലില്ല. അപ്പൊ കോൺട്രാ പോസിറ്റീവ് ഇവിടെ ഇല്ല. ഇനിയുള്ളത് ഒബ്വേർഷൻ ആണ്. ഒബ്വേർഷൻ നമ്മൾ തൊട്ട് പറഞ്ഞിട്ടുള്ളൂ അല്ലെ?
ആൾ ടൈഗേഴ്സ് ആർ ഇൻസെക്ട്സ് എന്നുള്ളതിന് നമ്മളെങ്ങനെ ഒപ്പേഷൻ എടുത്ത് എങ്ങനെയാണ് ക്വാളിറ്റിയിൽ ചേഞ്ച് ചെയ്യുക, അർത്ഥം മാറാൻ പാടില്ല. ക്വാളിറ്റി തന്നെ ആൾ എന്നുള്ളത് എന്തായി മാറി? നോ എന്നായി മാറി. നോ ടൈഗർ ഈസ് നൺ ഇൻസെക്ട്. അങ്ങനെ എടുത്തത്. അപ്പൊ അതേപോലെ ഇവിടെ നോ മെറ്റൽസ് ആർ ഗ്യാസസ്, ഇതിന് നേരെ അതിന്റെ നേരെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ആള്, നോ എന്നുള്ളത് ആൾ എന്നാവും അല്ലെ? ആൾ ആയി. ആൾ മെറ്റൽസ്, മെറ്റൽസ് വെറും മെറ്റൽസ് പറഞ്ഞാൽ മതിയാ. എന്താണ്? ഗ്യാസ് എന്നുള്ള എന്തായി മാറി? നൺ ഗ്യാസസ് എന്ന് പറയണം. ആർ നൺ ഗ്യാസസ്. അതുണ്ടോ? ആൾ മെറ്റൽസ് ആർ നൺ ഗ്യാസസ്. കണ്ട? ആൾ മെറ്റൽസ് ആർ നൺ ഗ്യാസസ്. അപ്പൊ ഡിയും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ എയും ബിയും ഡിയും മൂന്നും ലോജിക്കലി ഈക്വാലന്റ് ആണ്. ഈ പറയുന്ന നോ മെറ്റൽസ് ആർ നൺ ഗ്യാസസ് ഇതിൽ പെടൂല. കാരണം ഇതിനൊക്കെ നേരെ വിപരീതമാണല്ലോ. നോ മെറ്റൽസ് ആർ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് ഇതും ഇതും സെയിം ആവോ? ഒരിക്കലും സെയിം ആവില്ല. നോ മെറ്റൽസ് ആർ ഗ്യാസസ് എന്ന് പറഞ്ഞു, നോ മെറ്റൽസ് ആർ നൺ ഗ്യാസസ് എന്ന് പറഞ്ഞു, രണ്ടും കൂടി ശരിയാവില്ലല്ലോ. ശരിയാവില്ല. അപ്പോ എയും ബിയും ഡിയും ലോജിക്കലി ഈക്വാലന്റ് ആണ്. എ, ബി ആൻഡ് ഡി ഓൺലി ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ ആണല്ലോ അല്ലെ? തിരിഞ്ഞല്ലോ? ക്ലിയർ ക്ലിയർ. നമുക്ക് 20 എത്തിക്കാച്ചിട്ട് കേട്ടോ ഞങ്ങൾ പോണത്. വൈൻഡപ്പ് ചെയ്യാന്നില്ലേ? സോറി സോറി, വൈൻഡപ്പ് ചെയ്യാന്നില്ലേ? ഇതും കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. 8:51 അപ്പൊ സമയം കുറെ എടുക്കുന്നതിന് സോറി. ഞാൻ അത് വിശദീകരിച്ചപ്പോ അതിന്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ലേ. പക്ഷെ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളൂ. അപ്പൊ സമയം ദീർഘിക്കുന്നതിന് സോറി. അപ്പൊ ഇതും കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. All phenomena in the universe are saturated with moral values. Therefore, we can conclude that the universe for the Chinese is moral universe. ഇത് ഏത് ഫാലസിയാണ് ചെയ്യുന്നതാണ് കണ്ടെത്തേണ്ടത്. ആൻസർ കിട്ടിയ പെട്ടെന്ന് പറയണേ. പാലസ് ഓഫ് കമ്പോസിഷൻ. അപ്പൊ ഇതില് ഒരാൾക്ക് ലെഫ്റ്റ് ഔട്ട് ആയി പോയി തോന്നുന്നു അല്ലെ? സമയം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാല് ഇതിൽ സ്ലിപ്പറി സ്ലോപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹേസ് ജനറലൈസേഷൻ ഉണ്ട്, ഫാലസ് ഓഫ് കമ്പോസിഷൻ ഉണ്ട്. ഫാലസ് ഓഫ് കമ്പോസിഷൻ എന്ന് പറഞ്ഞത് നമ്മളിപ്പോ സ്ലിപ്പറി സ്ലോപ്പ് പറഞ്ഞിട്ടുണ്ട്. ബെഗിങ് ദ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സർക്കുലർ ആർഗ്യുമെന്റ് ആണ്, സർക്കുലർ റീസണിങ് ആണ്. അതിലിങ്ങനെ ആർഗ്യുമെന്റ് ഇങ്ങനെ പ്രമിസും കൺക്ലൂഷൻ തമ്മിൽ ഒരേ പ്രമിസും കൺക്ലൂഷൻസ് ആയിരിക്കും. പിന്നുള്ളത് ഹേസ് ജനറലൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാലസ് ഓഫ് കമ്പോസിഷൻ എന്ന് പറഞ്ഞാല്, ഫാലസ് ഓഫ് കമ്പോസിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പാർട്ടിനെ പറ്റി പറയണത് ഹോളിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നു പറയാം. ഇപ്പൊ നമ്മൾ നമ്മളൊരു മെഷീന്റെ ചെറിയൊരു പാർട്ട്, നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ എടുത്തു. ആ പാർട്ട് എടുത്ത സാധനം ഇപ്പൊ നമ്മൾ ഒരു സ്ക്രൂ, നേരത്തെ പറഞ്ഞ സ്ക്രൂ എന്നുള്ള പാർട്ട് എടുത്തു. അത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്.
കനമില്ലാത്തതാണ്, ലൈറ്റ് വെയിറ്റ്, കനമില്ലാത്തതാണ്. അതുകൊണ്ട് പറയുന്നത് ആ മെഷീന് മൊത്തമായിട്ട് എന്താണ് കനമില്ലാത്തതാണെന്നുള്ളത്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വലിയൊരു നല്ല കനമുള്ള ഒരു സാധനം, അതിന്റെ ഏതെങ്കിലും പാർട്ട് നമുക്ക് എടുക്കാൻ അത് കനമില്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നമ്മൾ ആ പാർട്ടിന്റെ സവിശേഷത അതിന് ഹോളിന് കൊടുക്കുക, എന്നിട്ട് പറയുന്നത് അത് മൊത്തം ആ മെഷീൻ എടുക്കാൻ ഒരു കനവും എന്ന് പറയാം. അപ്പൊ അത് നേരെ ഫാലസിയാണ്. അപ്പൊ സംഭവിക്കുന്നതാണ് ഫാലസി ഓഫ് കമ്പോസിഷൻ എന്നുള്ളത്. നേരത്തെ നമ്മൾ ഫാലസി ഓഫ് ഡിവിഷൻ പറഞ്ഞിരുന്നു, അതിന് നേരെ വിപരീതം എന്നുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഫാലസി ഓഫ് കമ്പോസിഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഫസ്റ്റ് പറഞ്ഞതാണ് ആൾ ഫിനോമിന ഇൻ ദി യൂണിവേഴ്സ് ആർ സാച്ചുറേറ്റഡ് വിത്ത് മോറൽ വാല്യൂസിനാൽ ഉള്ളതാണ് പറഞ്ഞു. എന്നിട്ട് ദെയർഫോർ, അപ്പൊ നമ്മൾ മൊത്തം ഫിനോമിന എന്നുള്ളത് മോറൽ വാല്യൂസിനായിട്ട് പറഞ്ഞു. ഇനി അതിൽപ്പെട്ട ദെയർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ യൂണിവേഴ്സ് ഫോർ ദ ചൈനീസ്, അപ്പൊ ചൈനീസിന്റെ യൂണിവേഴ്സും എന്താണ്, അപ്പൊ യൂണിവേഴ്സിലുള്ള എല്ലാ ഫിനോമിനകളും എന്താണ് മോറൽ വാല്യൂസിനാൽ സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രമീസ് കണ്ട് കൺക്ലൂഡ്, ഇതിന് കൺക്ലൂഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ചൈനീസിന്റെ യൂണിവേഴ്സ് എന്താണ്, അത് അതിന്റെ യൂണിവേഴ്സ് ഫോർ ദ ചൈനീസിലെ യൂണിവേഴ്സും മോറൽ യൂണിവേഴ്സ് ആണ്, അതായത് മോറൽ വാല്യൂസിനേക്കാൾ ഉണ്ടായതാണെന്ന് അർത്ഥം. ഇപ്പൊ നമ്മൾ ആ ഒരു പാർട്ടിന് കൊടുക്കുന്ന അത് ലോകത്തെ എല്ലാ ഫിനോമിനകളും മോറൽ വാല്യൂസിനാൽ ഉള്ളതാണെന്നുള്ളത് നമ്മൾ ചൈനീസിന്റെ യൂണിവേഴ്സിനും എന്തെന്നെ ആയിരിക്കും, മോറൽ യൂണിവേഴ്സ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ ഇത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളൊരു പാർട്ടിന്റെ സവിശേഷത എന്തിനു കൊടുക്കുന്നു, ഒരു ഹോളിന് കൊടുക്കുന്നു എന്നാണ് ഇവിടെ മൊത്തത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ സവിശേഷത പാർട്ടിന് കൊടുക്കുമ്പോ അത് ഫല്ലസി ഓഫ് ഡിവിഷൻ അതല്ലേ സാർ നേരത്തെ പറഞ്ഞ ഫല്ലസി? നേരെ തിരിച്ചു പറയുമ്പോ അത് ഡിവിഷൻ അല്ലേ? അതെ. ഓക്കെ. ഇവിടെ ഫാലസി ഓഫ് കമ്പോസിഷൻ, ഫാലസി ഓഫ് ഡിവിഷൻ ഒപ്പം വരാറില്ല. ഇപ്പൊ ഇതേ ഉദാഹരണം നമുക്ക് ശരിക്കും ഇത് തിരിച്ചു മറിച്ചൊക്കെ പറയാം. നമുക്ക് ഇത് ഫാലസി ഓഫ് ഡിവിഷൻ ആയിട്ട് നമുക്ക് പറയാം, ഫാലസി ഓഫ് കമ്പോസിഷൻ ആയിട്ട് പറയാം. ഒരിക്കലും നിങ്ങളെ ചോദ്യത്തിൽ ഓപ്ഷൻസ് ആയിട്ട് ഫാലസി ഓഫ് കമ്പോസിഷനും ഫാലസി ഓഫ് ഡിവിഷനും രണ്ടും കൂടി ഒപ്പം ചോദിക്കൂല. ശരിക്കും ഇത് ഫാലസി ഓഫ് ഡിവിഷനും ഫാലസി ഓഫ് കമ്പോസിഷൻ എന്നുള്ളതും ഇന്റർറിലേറ്റഡ് ആണ്, ഒരേ സാധനമാണ്. പക്ഷെ വളരെ മൈന്യൂട്ട് ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ പറയാം. ഒന്ന് എന്നുള്ളത് ഫാലസി ഓഫ് ഡിവിഷൻ എന്നുള്ളത് ഹോളിന്റെ സവിശേഷത പാർട്ടിന് കൊടുക്കുന്നു, ഫാലസി ഓഫ് കമ്പോസിഷൻ എന്നുള്ളത് പാർട്ടിന്റെ സവിശേഷത എന്തിനു കൊടുക്കുന്നു, നമ്മൾ ഹോളിന് കൊടുക്കുന്നു. ഒന്നാമത്തെ ഡിവിഷൻ, രണ്ടാമത്തത് കമ്പോസിഷൻ. അപ്പൊ നമ്മൾ ആ ഉദാഹരണങ്ങൾക്ക് അനുസരിച്ച് 2-1 ഫാലസി ഓഫ് ഡിവിഷന്, ഫാലസി ഓഫ് കമ്പോസിഷന് എത്രയുള്ള ഒന്നിന്റെ സവിശേഷം നമ്മൾ അതിന്റെ പാർട്ടിനോ അല്ലെങ്കിൽ അതിന്റെ പാർട്ടിന്റെ സവിശേഷം നമ്മൾ വോളിനോ കൊടുക്കുമ്പോൾ ഇത് ഫാലസി ഓഫ് കമ്പോസിഷനോ അല്ലെങ്കിൽ ഫാലസി ഓഫ് ഡിവിഷനോ ഉണ്ടായിരിക്കും. ഞാൻ കണ്ട ഉദാഹരണങ്ങളിലൊക്കെ അത് രണ്ടും ഫാലസി ഓഫ് കമ്പോസിഷനും ഫാലസി ഓഫ് ഡിവിഷൻ രണ്ടും കൂടി വരാറില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നുള്ളതുകൊണ്ട്. ഇവിടെ വന്നിട്ടില്ലല്ലോ, രണ്ടും കൂടി ചോദിക്കാറില്ല. ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറ്, ഇനി വരുന്ന ക്ലാസ്സുകൾ, വരുന്ന സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനി അടുത്ത ജൂൺ എക്സാമിന് നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവൂലേ, അല്ലെങ്കിൽ അതിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പൊ വലിയ വിജയാശംസകൾ നേരെയാണ്. നല്ല ഉന്നത മാർക്കോട് കൂടെ JRF നേടാൻ എല്ലാവർക്കും അതിന് കഴിവുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ.